നമ്മുടെ വേദനകൾ അറിയുന്ന, നൊമ്പരങ്ങൾ അറിയുന്ന, അടുത്തറിയുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ തൊട്ടരികിലുണ്ട്. ഒരു മനുഷ്യൻ വിഷമിക്കുമ്പോൾ, കരയുമ്പോൾ, ചില സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരാളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുവാൻ കഴിയാത്ത ചില അവസ്ഥകളുണ്ടല്ലോ ജീവിതത്തിൽ. ഓരോ വ്യക്തി അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നങ്ങളുടെ സങ്കീർണതകളുടെ നടുവിൽ അവർ പോലും അറിയാതെ അവർക്കരികിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. ലോകത്തിലേത് ഈ ഭൂമി ജീവിക്കുന്ന മനുഷ്യൻ ഒരു ജാതി മതമൊന്നുമല്ല, ഒരു മനുഷ്യൻ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കരികിൽ മനുഷ്യപുത്രൻ്റെ, ദൈവപുത്രൻ്റെ ഈ ഭൂമിയിൽ കടന്നു വന്ന് ഒരു മനുഷ്യൻ സഹിക്കാവുന്ന ഏറ്റവും വലിയ വേദന അതിനെ പരിപൂർണതയിൽ അനുഭവിച്ചവൻ്റെ സാന്നിധ്യം അവൻ്റെ കൂടെയുണ്ട്. അല്ലെങ്കിൽ ഇന്ന് വേദന അനുഭവിക്കുന്ന ഓരോ വ്യക്തിക്കരികിലും അവർക്ക് സമാശ്വാസമായി, ശക്തിയായി യേശുവിൻ്റെ സാന്നിധ്യം അവർക്കരികിലുണ്ട്. നിന്റെ അരികിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ ലൈഫിൽ ചില കാര്യത്തിലൂടെ കയറി ഇറങ്ങിപ്പോയി കഴിയുമ്പം ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വേദന നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ സാമ്പത്തിക വിഷയത്തിലൂടെ കടന്നു പോയിട്ടുള്ളവർ, കടഭാരത്തിലൂടെ കടന്നു പോയിട്ടുള്ളവർ, ഇത്തരത്തിലുള്ള പല ക്ലേശങ്ങളിലൂടെ നമ്മളിൽ പലരും കടന്നു പോയിട്ടുണ്ടല്ലേ. നമ്മൾ കടന്നുപോയ വേദനകൾ, ഇപ്പോൾ ശരീരത്തിന് ശാരീരിക വേദനയാകട്ടെ, മാനസിക വ്യഥയാകട്ടെ, ഒറ്റപ്പെടലിൻ്റെ വേദനയാകട്ടെ, ഇത് അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇത് അനുഭവിക്കുന്നവരുടെ വിഷമം അറിയാൻ പറ്റും. എന്നാൽ ഇത് അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകുന്നതിന് പരിധികളുണ്ട്. യേശുവിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ കടന്നു പോകുന്ന വേദനകളെല്ലാം അനുഭവിച്ചറിഞ്ഞ ആളാണ്. ഇന്നിങ്ങനെയെന്ന് പറഞ്ഞ യേശുവേ, അങ്ങ് ഞാൻ കടന്നു പോകുന്ന വേദന മനസ്സിലാക്കുന്നതിനായി നന്ദി. കാരണം ഈ ഭൂമിയിൽ നീ കടന്നു പോകുന്ന വേദന അതിൻ്റെ തീവ്രതയിൽ അറിയുന്ന ഒരാളാണ് നമ്മുടെ കർത്താവായ യേശു. കർത്താവ് ശാരീരികമായ വ്യഥയിലൂടെ കടന്നുപോയി, മാനസികമായ ഒറ്റപ്പെടൽ, എല്ലാ രീതിയിലും ഒരു മനുഷ്യൻ കടന്നു പോകുന്ന ശാരീരിക, മാനസിക, ആത്മീയമായ എല്ലാ ഭാരങ്ങളിലൂടെയും യേശു കടന്നുപോയി. അതുകൊണ്ടാണ് ഫിലിപ്പ് ലേഖനത്തിൽ നമ്മൾ കാണുന്നത് 5-ാം അധ്യായത്തിൽ, നിങ്ങളുടെ ആകുലതകളെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുവിൻ, ഒന്നിനെക്കുറിച്ചും ഓർത്ത് ആകുലപ്പെടേണ്ട. നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ നമ്മുടെ ഈ ആകുലത യേശുവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കുമ്പോൾ ബുദ്ധിക്കതീതമായ സമാധാനം നമ്മുടെ ആത്മാവിൽ വന്നു നിറയും. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ദിവസം നമ്മളെ പിടിച്ചു നിർത്തുന്ന ആ ഒരു ദൈവിക സമാധാനം, അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ അരികിൽ, നമ്മുടെ വേദനകളുടെ നടുവിൽ, ദുഃഖങ്ങളുടെ നടുവിൽ നമ്മളെ സഹായഹസ്തവുമായി അവനെ സഹായിക്കുവാൻ വേണ്ടി കർത്താവ് തന്നെ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയെ അവിടുന്ന് ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ച ദിവസമാണ്. ഇന്ന് ദൈവത്തിന് നിന്റെ അരികിൽ കടന്നു വന്ന് നിന്റെ പാപത്തിൻ്റെ ആ ഒരു തടസ്സം, ആ തടസ്സത്തെ നമ്മുടെ മുൻപിൽ നിന്ന ദൈവത്തിന് നമ്മളിലേക്ക് വരുന്നതിനുള്ള ആ തടസ്സത്തെ ദൈവം തന്നെ നിനക്കും എനിക്കും വേണ്ടി നമ്മുടെ പാപത്തെ ഏറ്റെടുത്ത് ക്രൂശിൽ ബലിയായി തീർന്നതിലൂടെ ആ കർത്താവിൻ്റെ പരിഹാര ബലിയിലൂടെ ഇന്ന് ദൈവത്തിന് നമ്മുടെ അവസ്ഥകളിലേക്ക്, വേദനകളിലേക്ക്, ദുഃഖങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയുകയാണ്. യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായം നമ്മൾ കാണുന്നു. അവിടെ കർത്താവിനെ ബന്ധിക്കുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട്. പടയാളികൾ വന്ന് പിന്നെ പ്രധാന പുരോഹിതന് മുൻപിൽ കർത്താവ് പോയി നിൽക്കുന്നു. അവിടെയൊക്കെ പരിപൂർണ മനുഷ്യനായിട്ടാണ് കർത്താവ് നിൽക്കുന്നത്. അതിൻ്റെ 5-ാം വാക്യത്തിൽ പടയാളികൾ യേശുവിനെ പിടിക്കാൻ വരുന്ന സമയത്ത് അവനെ ഒറ്റിക്കൊടുത്ത യൂദാസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. ഞാനാണ് എന്ന് അവൻ പറഞ്ഞു. നസ്രായന യേശുവിനെ, തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുൻപോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, നസ്രായന യേശുവിനെ. യേശു പറഞ്ഞു, അത് ഞാനാണ്. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. ഓർത്ത് നോക്കിക്കേ, കൂടെ ഉണ്ടായിരുന്ന ശിഷ്യനാണ് ഒറ്റിക്കൊടുത്തത്, കൂടെ നടന്ന ആള്. അത്രമാത്രം വലിയൊരു റിജക്ഷൻ. കാരണം നമ്മൾ ഏറ്റവും ട്രസ്റ്റ് വേർത്തിയാന്ന് പറഞ്ഞ് നമ്മൾ കൂടെ കൂട്ടുന്ന ആള് തന്നെ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും, നമ്മുടെ എല്ലാ കാര്യങ്ങളും പങ്കുവെച്ച ആള് തന്നെ ആളെ വിവസ്ത്രനാക്കുവാൻ കൂട്ടിക്കൊടുക്കുവാൻ അല്ലെങ്കിൽ ഒറ്റിക്കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു വേദന എത്രമാത്രം ഉണ്ടെന്ന് ഓർത്ത് നോക്കി. ആ വേദന കർത്താവ് അനുഭവിച്ച ആ ഒരു മാനസിക വ്യഥ യേശു പറഞ്ഞു, അത് ഞാനാണ്. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. ഞാനാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലം പതിക്കുകയും ചെയ്തു. അപ്പം അത് ഞാനാണ്, ഞാനാകുന്നു. ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വം പുറത്തോട്ട് വന്നപ്പോൾ പിടിക്കാൻ വന്ന പടയാളികളെല്ലാം നിലം പതിക്കുകയാണ്. പരിപൂർണ ദൈവമാകുന്നവൻ പരിപൂർണ മനുഷ്യനായി നമ്മളെല്ലാവരും കടന്നു പോകുന്ന ഒറ്റപ്പെടലുകള്, തിരസ്കരണങ്ങള്, ചതികള്, കൂടെ നിന്ന വ്യക്തി ചതിച്ചു, കൂടെ നിന്ന വ്യക്തി വഞ്ചിച്ചു.
ആ വഞ്ചിച്ച വ്യക്തിയെ സ്നേഹിക്കുകയാണ്. അതാണ് കർത്താവിന്റെ ദിവ്യ സ്വഭാവം. വഞ്ചിച്ച വ്യക്തിയെ സ്നേഹിക്കുകയാണ്. ഈ വഞ്ചന എങ്ങോട്ടാ നീളുന്നത്? പ്രധാന പുരോഹിതന്റെ മുൻപിൽ നിരവധി ചോദ്യങ്ങൾക്ക് മുൻപിൽ, ചോദ്യശരങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്. തൊട്ടടുത്ത ഭാഗത്ത് പത്രോസ് തള്ളിപ്പറയുകയാണ്. കൂടെ നിന്ന് വേറൊരു ശിഷ്യൻ തള്ളിപ്പറയുകയാണ്. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണ പരസ്യമായി തള്ളിപ്പറയുന്നു. പ്രധാന പുരോഹിതന്മാർ ചോദ്യം ചെയ്യുന്നു. നിരവധി ചോദ്യങ്ങളുടെ മുൻപിൽ, ഇൻവെസ്റ്റിഗേഷന്റെ മുൻപിൽ യേശു നിൽക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷന്റെ മുൻപിലൂടെ യേശു കടന്നു പോവുകയാണ്. ആരെയും കർത്താവ് വേദനിപ്പിച്ചിട്ടില്ല. ആർക്കെതിരെയും കർത്താവ് ഒരു വാക്ക് പോലും, അല്ലെങ്കിൽ തകർന്ന മനുഷ്യരെ ചേർത്ത് നിർത്തിയവൻ യേശു, അല്ലെ? എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, ആർക്കും വേണ്ടാത്തതിനെ ചേർത്ത് നിർത്തിയവൻ ചോദ്യങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാതെ സെമിത്തേരിയിൽ കഴിഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ഗെരസേനർ എന്ന നാട്ടില് ഒരു സെമിത്തേരിയിൽ കഴിഞ്ഞ് ഒരു മനുഷ്യൻ ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കുന്നില്ലായിരുന്നു. ദേഹം മുഴുവനും കല്ലുകൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്ത് ചങ്ങലകൾ കൊണ്ട് പോലും ബന്ധിക്കാൻ കഴിയാതെ വലിയ തകർച്ചയില്ല. അതായത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഭാഷയെ പറഞ്ഞ ലോകത്തിൽ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ പോലും എടുക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ, ആരും തിരിഞ്ഞു നോക്കാതെ സെമിത്തേരി കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയെ തേടി യേശു കടന്നുപോയി. അതായത് എല്ലാവരും വലിയ വലിയ ആൾക്കാരെ തപ്പിപ്പോകുമ്പോൾ ആർക്കും വേണ്ടാത്തതിനെ തപ്പിപ്പോകുന്ന കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ ആ ഒരു ഗ്ലോറി, അത് സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിലോട്ടാണ് കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ശക്തി കടന്നു വന്ന് ഇവരെല്ലാം പുതിയ മനുഷ്യരായി തീരുകയാണ്. അപ്പൊ ഇതിനെ അന്നത്തെ കാലത്തെ ആൾക്കാർ ചോദ്യം ചെയ്യുക, പ്രധാന പുരോഹിതൻ ചോദ്യം ചെയ്യുന്നു. ഞങ്ങളുടെ കാഴ്ചപ്പാടിന് ഉപരിയായ രീതിയിൽ നീ പെരുമാറുന്നു. വലിയ ചോദ്യം ചെയ്യലുകളുടെ, ഇൻവെസ്റ്റിഗേഷനുകളുടെ മുൻപിലൂടെ യേശു കടന്നു പോവുകയാണ്. അതിനിടയ്ക്ക് ശിഷ്യൻ ഒറ്റിക്കൊടുക്കുന്നു, മറ്റൊരു ശിഷ്യൻ തള്ളിപ്പറയുന്നു, പിന്നീട് പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുന്നു, മരണത്തിന് വിധിക്കപ്പെടുമ്പോഴും അവിടെ ഏറ്റവും സങ്കടകരമായ കാര്യം, ബറാബാസിനെ ഞങ്ങൾക്ക് മതി, യേശുവിനെ ക്രൂശിക്കുക എന്ന് ജനം തന്നെ പറയുകയാണ്. അപ്പം കർത്താവ് സഹായിച്ച കർത്താവിന്റെ ആ ഒരു സ്പർശനത്തിലൂടെ സൗഖ്യം കിട്ടിയ, അനുഗ്രഹം കിട്ടിയ, നന്മകൾ സ്വീകരിച്ച 10,000 മനുഷ്യരുണ്ട്. പക്ഷെ അവരാരും കർത്താവിന് വേണ്ടി അവിടെ സംസാരിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, നിങ്ങൾ ഒത്തിരിയും കാര്യങ്ങൾ വീട്ടിലുള്ളവർക്ക് വേണ്ടി ചെയ്തു, മക്കൾക്ക് വേണ്ടി ചെയ്തു, ജീവിത പങ്കാളി, മാതാപിതാക്കൾ, പല കാര്യങ്ങൾ പലർക്കും ചെയ്തു. ഒരു മനുഷ്യനും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. ഒരു മനുഷ്യനും നിങ്ങൾ ചെയ്ത നന്മകൾ ആരും ഓർക്കുന്നില്ല. എല്ലാവരും മറന്നു. നിങ്ങൾ ചെയ്യാത്ത എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് വരുവാണ്. നിങ്ങളുടെ കുറ്റത്തെ എക്സ്പോസ് ചെയ്തുകൊണ്ട് വരികയാണ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ യേശുവിനെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ഏത് മതത്തിലോ ജാതി, അതൊന്നും ഇവിടെ വിഷയമല്ല. നിങ്ങൾ ഈ ഒരു വിഷമത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ യേശുവിനെ കുറിച്ച് ഇന്ന് ചിന്തിക്കണം. യേശു കടന്നുപോയ ആ വേദന എത്രമാത്രമാണ്. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുക മാത്രമാണ് ചെയ്തത്, എല്ലാവരെയും കരുതുക മാത്രമാണ് ചെയ്തത്, എല്ലാവരുടെ കൂടെ സമയം ചെലവിടുക മാത്രമാണ് ചെയ്തത്, എല്ലാവരെയും അനുഗ്രഹിക്കുക മാത്രമാണ് ചെയ്തത്. ആ കർത്താവിന് കർത്താവ് കടന്നുപോയ ദുഃഖവെള്ളിയാഴ്ച ദിവസം കർത്താവ് കടന്നുപോയ വേദന എത്രമാത്രമാണ്. ഉരിഞ്ഞെടുക്കപ്പെടുന്ന അവസ്ഥ. ക്രൂശിൽ കിടക്കുമ്പോൾ കർത്താവിന്റെ വസ്ത്രങ്ങൾ അവർ പങ്കിട്ടെടുത്ത് നമ്മൾ കാണുന്നത്. ആ ക്രൂശിൽ കിടക്കുന്ന സമയത്ത് രക്തത്തിൽ ഒട്ടിപ്പിടിച്ച അങ്കി, വസ്ത്രം അവർ വലിച്ചു പറിച്ചെടുത്തു. അപ്പൊ അത് ഒരാളെ നഗ്നനാക്കുവാണ്, വിവസ്ത്രനാക്കുവാണ്. അപ്പോൾ ഈ വിവസ്ത്രനാക്കപ്പെടുന്ന അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ എക്സ്പോസ് ചെയ്ത് അതിൽ ആഹ്ലാദം കണ്ടെത്തുകയായിരുന്നു പടയാളികൾ. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാജയം വരുന്ന സമയത്ത് മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുകയും കല്ലെറിയുകയും എക്സ്പോസ് ചെയ്യുക, അത് മനുഷ്യർക്ക് വലിയൊരു താല്പര്യമുള്ളൊരു കാര്യം. മറ്റുള്ളവരെ എക്സ്പോസ് ചെയ്ത് അതിലൊരു ആഹ്ലാദം കണ്ടെത്തുക. അങ്ങനെ ആഹ്ലാദം കണ്ടെത്തുന്ന സമയത്ത് ഇപ്പം നിങ്ങളുടെ ഭാഗത്തൊരു വീഴ്ച വന്നെന്നിരിക്കട്ടെ, നിങ്ങൾ യേശുവിനെ പോലെയല്ല, ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ആഹ്ലാദം കണ്ടെത്തുന്നതെങ്കിലും കർത്താവ് നിങ്ങളുടെ കൂടെയാണ്. കാരണം ആ വേദന കർത്താവിനറിയാം. അതായത് നിങ്ങളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വന്നു, ഇപ്പം നിങ്ങളുടെ കുഞ്ഞിനൊരു മിസ്റ്റേക്ക് വന്നു, ആ കുഞ്ഞിന് വന്ന മിസ്റ്റേക്കിനെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും കളിയാക്കുകയും കല്ലെറിയുകയും ചെയ്യുമ്പോൾ ആ കുഞ്ഞിന്റെ കൂടെയാണ് യേശു നിൽക്കുന്നത്. കാരണം ആ കുഞ്ഞ് കടന്നു പോകുന്ന വേദനയെ യേശുവിനറിയാം. തെറ്റൊന്നും ചെയ്യാതിരുന്നിട്ടും വിവസ്ത്രനാക്കപ്പെടുന്ന അവസ്ഥ, ഇൻവെസ്റ്റിഗേഷനിലൂടെ കടന്നു പോകുന്ന അവസ്ഥ, ക്രൂശിക്കപ്പെടുന്ന അവസ്ഥ. ഇനി ശാരീരിക വേദനയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. ഇതൊക്കെ മാനസിക വേദന, ഒറ്റപ്പെടലിന്റെ വേദന, ഏകാന്തതയുടെ വേദന. മാനസിക വേദനകൾക്കപ്പുറമായ ശാരീരിക വേദന. ശരീരത്തിൽ നമുക്കൊരു മുട്ടുസൂചി കൊണ്ട് ഒരു കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പെയിൻ അറിയാം. യേശു കടന്നുപോയ ഇൻടോളറബിൾ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ. 3 ആണിയൊക്കെ കയ്യിലോട്ട് 2 കയ്യിലോട്ടും കാലിലോട്ട് അടിച്ചു കയറി തലയിൽ ശിരസിൽ മുൾക്കിരീടം വെച്ചു. എത്ര അടി കർത്താവിന് അതിഭീകരമായ ആയുധങ്ങൾ കൊണ്ട് കിട്ടി. അപ്പോൾ ഈ വേദനകളെല്ലാം യേശു ശരീരത്തിൽ അനുഭവിച്ചത് നമുക്ക് സൗഖ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ്.
യെശയ്യാ പ്രവാചകൻ പറയും, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അകൃത്യങ്ങളും അകൃത്യഭാരങ്ങളും അവൻ ചുമന്നത്. അവന്റെ ക്ഷതങ്ങളിലൂടെ, അടിപ്പിണരുകളിലൂടെ നമുക്ക് സൗഖ്യമുണ്ടാകുന്നു. ഈ അടിപ്പിണരുകളിലൂടെ സൗഖ്യം നമ്മളിലേക്ക് വരികയാണ്. അപ്പൊ ഇന്ന് ധ്യാനിക്കണം, കർത്താവെ, അങ്ങ് എടുത്ത ആ വേദന എത്ര മാത്രമാണ്. എൻ്റെ ഈ കുഞ്ഞു സഹനത്തെ, എൻ്റെ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന ഒറ്റപ്പെടലുകളെ, വേദനകളെ, ചെറിയ ചെറിയ ഓരോ നൊമ്പരങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പരാതിപ്പെടുമ്പോൾ, തിങ്ക് അബൌട്ട് ഹിം, വാട്ട് ഹി വെൻ ത്രൂ. കർത്താവ് കടന്നുപോയ ഭീകരമായ ഏകാന്തമായ അവസ്ഥ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു? മാതാവ് അവിടെ കുരിശിൻ ചുവട്ടിൽ ഇരുന്ന്, മാതാവ് അവിടെ നിശബ്ദയായിട്ട് നിൽക്കുക, പ്രാർത്ഥിക്കുക. മാതാവിനറിയാം ശിഷ്യന്മാര് പലരും പല സ്ഥലത്തായിപ്പോയി. യോഹന്നാൻ അവിടെ ഉണ്ടായിരുന്നു, മഗ്ദല മറിയ ഉണ്ടായിരുന്നു. മഗ്ദല മറിയ ആരാ? ലോകത്തിന് മുൻപിൽ ഏറ്റവും വലിയ പാപം ചെയ്യുമെന്ന് പറഞ്ഞ് പരസ്യമായി ജനങ്ങളുടെ നടുവിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തി. ആ വ്യക്തിയെ കർത്താവ് തന്റെ സ്നേഹത്തിലൂടെ പരിവർത്തനത്തിലേക്ക് കടന്നു വന്നു. അവരവിടെ ഉണ്ടായിരുന്നു. ബാക്കി അത്ഭുതം സ്വീകരിച്ചവരും അടയാളം കണ്ടവരും ഒരുപാട് ആൾക്കാരുള്ളവരെല്ലാം ഭയപ്പെട്ട് മാറി നിൽക്കുവാണ്. ദാറ്റ് ഫിയർ. അപ്പൊ അവിടെ വലിയ ഫിയർ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ക്രൂശിൽ സ്നേഹം വിജയിക്കുകയാണ്. ക്രൂശിൽ സ്നേഹം വിജയിക്കണം. ആ സ്നേഹം വിജയിച്ചതാണ് ക്രൂശിൽ കടന്നുകൊണ്ടുള്ള യേശുവിന്റെ പ്രാർത്ഥന. പിതാവ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ. കാരണം ആ ക്രൂശിൽ കിടന്ന് ക്രൂശിക്കുന്ന പടയാളിക്കും ആണി അടിച്ചു കയറ്റുന്ന ആ റോമൻ പടയാളികൾക്കും ജൂതന്മാർക്കും ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി യേശു തന്നെ പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾ നിഷ്കളങ്കനായ പെസഹ കുഞ്ഞാട് ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീരുന്നു. ദുഃഖവെള്ളിയാഴ്ച ഈ ദിവസം നമ്മുടെ ഏറ്റവും വലിയ വിടുതൽ നടന്ന ദിവസമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് നമുക്ക് സമീപസ്ഥമായിട്ട് ഇന്ന് കടന്നു വരുവാൻ ഇടയാകുന്നതിന്റെ കാരണം, യേശുവേ നമ്മളൊന്ന് വിളിച്ചാൽ മതി. വിളിക്കുന്ന സമയത്ത് തന്നെ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ അരികിലേക്ക് കടന്നു വരും. യേശുവെ എന്ന് വിളിക്കാൻ ശബ്ദം പൊങ്ങുന്നില്ലെങ്കിൽ മനസ്സിൽ വിളിച്ചാൽ മതി. യേശുവെ, ഈശോയെ എന്ന് വിളിക്കുന്ന സമയത്ത് തന്നെ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരും. എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ അതിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കുവാൻ കഴിയാത്തൊരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. എല്ലാ കാര്യങ്ങളിലും, നമ്മൾ കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളിലൂടെയും യേശു കടന്നു പോയിട്ടുണ്ട്. അങ്ങനെയാണ് ബൈബിളിൽ പരിപൂർണ ദൈവമായ ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഒന്ന് എക്സംപ്റ്റഡ് അല്ല. ഈ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നില്ല. ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എക്സ്ക്യൂസുകളൊന്നുമില്ല. പരിപൂർണമായിട്ട് എല്ലാ അവസ്ഥകളിലൂടെ മനുഷ്യനിലൂടെ കടന്നുപോയി. കാരണം ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും ദൈവസമക്ഷം വന്നിട്ട് പറയരുത്, ഞാൻ കടന്നുപോയ ശരീരത്തിൽ അനുഭവിച്ച കാര്യം ദൈവത്തിന് അറിയാമല്ലോ, ദൈവം ദൈവമായിട്ടിരിക്കുമല്ലേ, ഞാൻ അനുഭവിച്ച വേദന, ഈ ഭൂമി വന്നിട്ട് ഞാൻ കടന്നുപോയ വേദന ഇത്രമാത്രമാണ് എൻ്റെ ശരീരത്തിലിരുന്ന്, എനിക്ക് ഇതുപോലെ റിജക്ഷൻ ഉണ്ടായി, വേദനയുണ്ടായി, അതുണ്ടായി, ഇതുണ്ടായി എന്ന് ദൈവസമക്ഷം ഭൂമിയിൽ ജീവിക്കുന്ന ഏതെങ്കിലും മനുഷ്യന് പറയാൻ കഴിയാതെ വേണം അതിൻ്റെ മുകളിലുള്ള വേദനയിലൂടെ ദൈവം കടന്നുപോയി. അതായത് ഈ ഭൂമിയിൽ മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ വേദനകൾക്കും ഉപരിയായിട്ടുള്ളൊരു വേദനയിലൂടെ മനുഷ്യ ശരീരത്തിലിരുന്ന് ദൈവം കടന്നു പോവുകയാണ്. അപ്പോൾ മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിട്ടുള്ള ആ ഒരു അവസ്ഥയിലൂടെ ദൈവം കടന്നു പോകുന്നത് എന്തിനു വേണ്ടിയാ? ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും ആ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ദൈവം അനുരഞ്ജനത്തിലേക്ക് നയിക്കുകയാണ്. അതുകൊണ്ടാണ് കൊറിന്തോസ് ലേഖനത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 5-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയാണ്. ഇതാണ് ക്രൂശിൽ സംഭവിച്ചത്. ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. അപ്പം ദൈവത്തോടുള്ള രമ്യത അത് സംഭവിക്കുന്നത് ക്രൂശിൽ വെളിപ്പെട്ട സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്. അതിലൂടെ മാത്രമാണ്. അപ്പം യൂദാസിന്റെയും പത്രോസിന്റെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ യൂദാസ് ചെയ്ത തെറ്റിൽ കുറ്റബോധത്തിലാഴ്ന്നു പോയി. പത്രോസ് 3 തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ യേശുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ ആ സ്നേഹം ആ മനുഷ്യനെ
പരിപൂർണമായ ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിച്ചു. മറ്റൊരു യേശുക്രിസ്തുവായി മാറുകയായിരുന്നു പത്രോസ്. പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിച്ച് യേശുക്രിസ്തുവിന്റെ വചനം, കർത്താവിനെ ആത്മാവിൽ നിറഞ്ഞ് പത്രോസ് പ്രസംഗിക്കുവാൻ വേണ്ടി തുടങ്ങി. ഇവിടെ 2 കൊരിന്ത്യർ 5:19 നമ്മൾ കാണുന്നു, ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ക്രിസ്തു വഴി രമ്യതപ്പെടുത്തുകയാണ്. എല്ലാ കാര്യത്തിലേക്കും ക്രിസ്തുവിലൂടെയുള്ള രമ്യതയിലേക്കാണ് ദൈവം ലോകത്തെ വിളക്കി ചേർക്കുന്നത്. ക്രിസ്തു വഴി രമ്യതപ്പെടുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷം മതമല്ല, ക്രിസ്തുവിന്റെ സുവിശേഷം രമ്യതയാണ്. ദൈവവുമായിട്ട് നമ്മളെ രമ്യതപ്പെടുത്തുകയാണ്, നമ്മുടെ ആത്മാവിനെ രമ്യതപ്പെടുത്തുകയാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുത്തുക. ഇതാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. എന്തെന്നാൽ യേശു ക്രിസ്തുവിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഇതാണ് ദുഃഖവെള്ളിയാഴ്ച സംഭവിച്ച ഏറ്റവും വലിയ മിസ്റ്ററി. പാപമറിയാത്ത യേശുവിനെ പിതാവാം ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. പാപമാക്കി എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തൊരു വ്യക്തി നമ്മുടെ പാപമെല്ലാം സ്വന്തം മരണത്തിൽ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി നമ്മുടെ പാപമായി നമ്മുടെ ശാപങ്ങൾ ഏറ്റെടുത്ത് ആ ശിക്ഷ മുഴുവനും യേശു ക്രൂശിൽ പരിഹരിക്കുകയാണ്, ഏറ്റെടുക്കുകയാണ്. അവനിൽ യേശുക്രിസ്തുവിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടത്, നമ്മൾ ദൈവത്തിന്റെ നീതിയായി തീരുന്നതിന് വേണ്ടി, ആ നീതീകരണത്തിന് വേണ്ടി യേശുക്രിസ്തുവിലൂടെ അവിടുന്ന് നമ്മളെ രമ്യതപ്പെടുത്തുകയാണ്. നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. പാപമറിയാത്ത യേശു നമുക്ക് വേണ്ടി പാപമായി തീർന്നു. പാപമറിയാത്ത ഒന്ന് ഓർത്ത് നോക്കി, നിങ്ങളൊരു നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഒരപ്പൻ അല്ലെങ്കിൽ അമ്മ അവർ ചെയ്ത തെറ്റേറ്റെടുക്കുന്നു. ഒരു കോടതി മുറിയിൽ വിധി കാത്തു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി വേറൊരു വ്യക്തി അവർ ചെയ്ത തെറ്റ് ഏറ്റെടുക്കുന്നു. അത്തരത്തിൽ ദൈവസമക്ഷം മനുഷ്യന്റെ പാപങ്ങൾ, ആ പാപങ്ങളുടെ എല്ലാവർക്കും അറിയാം, ഈ ഭൂമിയിൽ നമ്മൾ ഒരു സമയത്ത് യാത്രയാവും. അപ്പം പാപത്തിന്റെ ശമ്പളം മരണമാണ്. എന്നാൽ ആ ശിക്ഷയിൽ നിന്ന് ദൈവപുത്രൻ നമ്മളെ മോചിപ്പിക്കുകയാണ് സ്വന്തം മരണത്തിലൂടെ. കൊളോസസ് ലേഖനം 1:22 ഇപ്പോൾ ക്രിസ്തു തന്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ആ യേശുവിന്റെ മരണത്തിലൂടെ ഇന്ന് യേശുവിന്റെ ശരീരത്തിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചു, അത് കൂട്ടിച്ചേർത്തു, വിളക്കി ചേർത്തു. അതാണ് ദുഃഖവെള്ളിയാഴ്ച സംഭവിച്ചത് കാര്യം. യേശു ക്രിസ്തു മരിക്കുമ്പോൾ യേശുവിന്റെ ശരീരത്തിൽ നമ്മളെ ഇങ്ങനെ അനുരഞ്ജിപ്പിച്ചു. അതുകൊണ്ടാണ് ഇനി ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ ഭൂമിയിൽ യാത്ര ചെയ്തവരെല്ലാം ക്രിസ്തുവിൽ ജീവിക്കുകയാണ്. അവർ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചെന്നാണ് പറയുന്നത്, അല്ലെ? ക്രിസ്തുവിൽ നിദ്ര മരണപ്പെട്ടു, അവര് പോയി എന്നുള്ള, ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു, ക്രിസ്തുവിൽ ഉറങ്ങുക, അവർ ക്രിസ്തുവിൽ വിളക്കി ചേർക്കപ്പെട്ടു. ഹല്ലേലൂയ. അവർ ക്രിസ്തുവിൽ ജീവിക്കുന്നു. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ഉള്ളിൽ അവരുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു. ഇപ്പോൾ ക്രിസ്തു തന്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ ബൈബിളിന്റെ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ ഇന്ന് വലിയ തീവ്രതയിൽ ലോകം മുഴുവനും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പണ്ടൊക്കെ നമുക്ക് ഇതുപോലെ സുലഭമായിട്ട് വചനം വായിക്കാൻ ബൈബിളുകളില്ല. അപ്പൊ മനുഷ്യരായ പല ചിന്തകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ക്രിസ്തുവിലായി തീർന്ന ഒരു വ്യക്തി വിശ്വസിക്കണം, ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ അവർ ക്രിസ്തുവിലാണ്. ഇപ്പോൾ ക്രിസ്തു തന്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുൻപിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. എന്തിനു വേണ്ടിയാണ് ഈശോ ക്രൂശിൽ മരിച്ചത് എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറയണം. ആരെങ്കിലും ചോദിക്കും, എന്തിനാടാ നിന്റെ ദൈവം ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ചത്? ഉത്തരം 1 കൊളോസോസ് 1:22. കൊളോസോസ് 1:22. അവിടുത്തെ മുൻപിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി എന്നെ സമർപ്പിക്കുന്നതിന് വേണ്ടി, നമ്മളെ സമർപ്പിക്കുന്നതിന് വേണ്ടി എന്റെ യേശു ക്രൂശിൽ ബലിയായി തീർന്നു. ഹല്ലേലൂയ. കുറ്റമറ്റവരും നിർമ്മലരും പരിശുദ്ധരും, കണ്ടോ, പരിശുദ്ധരായി സമർപ്പിക്കുകയാണ് യേശു. കുറ്റമറ്റവനായി നമ്മളെ സമർപ്പിക്കുകയാണ്, നിർമ്മലരായി സമർപ്പിക്കുക. അപ്പൊ ദൈവത്തിന്റെ സമക്ഷം കുറ്റമില്ലാത്ത നിർമ്മലരായ പരിശുദ്ധരായ നമ്മളെ പരിശുദ്ധരാക്കി തീർക്കുവാണ് യേശു തന്റെ പരിഹാര ബലിയിലൂടെ. യേശുവിന്റെ പരിഹാര ബലിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ആ വിശ്വാസത്തിലൂടെ ഒന്നാമതായി നമ്മൾ നീതീകരിക്കപ്പെടുന്നു യേശുവിന്റെ പരിഹാര ബലിയിലൂടെ. രണ്ടാമതായിട്ട്
നമ്മളെ ദൈവം നിർമ്മലരാക്കി തീർക്കുന്നു. പറഞ്ഞേ, യേശുവിന്റെ പരിഹാര ബലിയിലൂടെ, യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ ദൈവം എന്നെ ഒന്നാമതായി നീതീകരിച്ചിരിക്കുന്നു. 2 കൊരിന്തോസ് 5:21. രണ്ടാമതായിട്ട് എന്നെ പരിശുദ്ധനാക്കുന്നു. മൂന്നാമതായിട്ട് എന്നെ കുറ്റമറ്റവനാക്കുന്നു. നാലാമതായിട്ട് എന്നെ നിർമ്മലനാക്കുന്നു. നീതീകരിക്കുന്നു, പരിശുദ്ധനാക്കുന്നു, കുറ്റമറ്റവനാക്കുന്നു, നിർമ്മലനാക്കുന്നു. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നു, നമ്മളെ വിശുദ്ധീകരിക്കുന്നു, നമ്മളെ പരിപൂർണരാക്കുന്നു, വിശുദ്ധീകരിക്കുന്നു, നീതീകരിക്കുന്നു, പരിശുദ്ധരാക്കുന്നു, കുറ്റമറ്റവരാക്കുന്നു, നിർമ്മലരാക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിനക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ പരിഹാര ബലിയിലൂടെ ചെയ്യുകയാണ്. നീതീകരിക്കുന്നു. അപ്പം ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെ സാത്താന് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കാരണം യേശുവിന്റെ പരിഹാര ബലിയുടെ ശക്തി അവിടെ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ യേശുവിന്റെ രക്തം ജയം എന്ന് പറയുമ്പോൾ, ഈശോയെ അങ്ങയുടെ കുരിശു ബലിയെ ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു, അതിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ, പരിഹാര ബലിയുടെ യേശുവിന്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തി നമ്മളെ വന്നിങ്ങനെ പൊതിഞ്ഞു പിടിക്കും. ഇന്നൊന്ന് പറഞ്ഞു നോക്കിക്ക്, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത വിഷയങ്ങൾ, ചില വ്യക്തികൾ നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും, ചില ആൾക്കാർ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ടായിരിക്കും, ചിലർ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടായിരിക്കും, ചിലർ നിങ്ങൾക്കെതിരെ എഴുതി വിടാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഇതിനെല്ലാം കർത്താവ് ബ്ലോക്ക് ചെയ്യും. നമ്മളിൽ നിന്ന് പിടുത്തം വിട്ടിട്ട് നമ്മളായിട്ട് അതിനെ ഫിഗർ ഔട്ട് ചെയ്യുന്നത് നിർത്തിയിട്ട് യേശുവിന്റെ ക്രൂശിലെ പരിഹാര ബലിയിലൊന്ന് മറഞ്ഞിരുന്നേ. ഇങ്ങനെയൊന്ന് പറഞ്ഞു, എൻ്റെ യേശുവേ, അങ്ങയുടെ മരണത്തിലൂടെ അങ്ങയുടെ ഭൗതിക ശരീരത്തിൽ എന്നെ അനുരഞ്ജിപ്പിച്ചല്ലോ. ഞാൻ ആ ഭൗതിക ശരീരത്തിൽ യേശുവിൻ്റെ ഉള്ളിൽ നിന്ന് മറഞ്ഞിരിക്കും. നമ്മൾ മറഞ്ഞിരിക്കുമ്പോൾ ആരാ പ്രശ്നത്തെ ആദ്യം അഭിമുഖീകരിക്കുന്നത്? നമ്മൾ ആരിലാണോ മറയപ്പെട്ടിരിക്കുന്നത്, ആ ക്രിസ്തുവാണ് അതിനെ അഭിമുഖീകരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന് നിങ്ങളെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇൻവെസ്റ്റിഗേഷനും ലോകത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെയൊക്കെ കർത്താവ് എന്തുവരെ കടന്നുപോയിട്ടുണ്ട്. കർത്താവ് കടന്നുപോയി, ഞാൻ പറഞ്ഞില്ല, ഒറ്റപ്പെടലുകൾ, തിരസ്കരണങ്ങൾ, വേദനകൾ, ശാരീരിക മാനസിക വ്യഥകൾ നമ്മളെക്കാൾ ഉപരിയായിട്ട് കർത്താവ് ശരീരത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ആ യേശു നമുക്ക് വേണ്ടി സംസാരിക്കും, നമുക്ക് വേണ്ടി ഇടപെടും എന്ന് വിശ്വസിക്കണം. ആ യേശു നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് ഈ വചനം, ഇന്ന് ഈ ശുശ്രൂഷയിൽ, ഈ പ്രാർത്ഥനയിൽ, ലൈവ് പ്രയറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. കഠിന ഹൃദയരെ കർത്താവ് മാംസള ഹൃദയം ഉള്ളവരാക്കി തീർക്കുന്നു. നിനക്കെതിരെ എഴുതുന്നവർ പോലും അത് പിൻവലിഞ്ഞ് അവർ നിനക്ക് അനുകൂലമായി സംസാരിക്കും, പ്രവർത്തിക്കും. നിനക്കെതിരെ തിരിഞ്ഞവർ പോലും നിനക്ക് അനുകൂലമായി തീരും. അതാണ് കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മൾ മറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും കർത്താവ് നമ്മളെ മാറ്റിമറിയും. പണ്ട് എന്നെ ഒരുപാട് വേദനിപ്പിച്ച ഒരു വ്യക്തി, ഞങ്ങൾ ഭയങ്കര റിഫ്റ്റാണ്. അത് ഈ പ്രാർത്ഥനയുടെ പല കാര്യത്തിന്റെ പേരിൽ പുള്ളിക്ക് എതിരഭിപ്രായങ്ങളുണ്ട്. ആള് നമ്മുടെ ഒരു വേവ് ലെങ്ത് ചിന്തിക്കുന്ന ആളല്ല, ക്രിസ്ത്യാനിയൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമാണ് ഈ വ്യക്തിയായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം, മനസ്സിൽ ഭയങ്കര വിഷമമാണ്. പക്ഷെ ഒരു ദിവസം കർത്താവിൻ്റെ സ്നേഹത്തിൽ അങ്ങ് മറയപ്പെട്ടപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഈ മനുഷ്യനെ നേരിട്ട് കണ്ടപ്പോൾ ഞങ്ങൾ ഇതെല്ലാം മറന്ന് അങ്ങ് സംസാരിക്കുകയാണ്. അന്ന് മുതൽ ഞങ്ങൾ ഹീലായി. അതായത് കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മളങ്ങ് പുതിയപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും കർത്താവ് ചില കാര്യത്തിനകത്ത് നമ്മളിലൂടെ ഇടപെടും. അത് നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ നിങ്ങൾ വർഷങ്ങളായിട്ട് സംസാരിക്കാത്ത ചില വ്യക്തികളായിരിക്കും. നമ്മൾ കർത്താവിൻ്റെ അഭിഷേകത്തിൽ അങ്ങ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവരെ കാണുമ്പോൾ കർത്താവ് അത് വേറെ ലെവലിലേക്ക് അതിനെല്ലാം മാറ്റിയെടുക്കും. ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കർത്താവിൻ്റെ ആ ശക്തി, അഭിഷേകത്തെ അതൊന്ന് തിരിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇങ്ങനെ പറഞ്ഞു, യേശുവേ, അങ്ങയുടെ സാന്നിധ്യത്തെ ഈശോയെ ഇന്ന് എനിക്കൊന്ന് ആഴത്തിൽ അനുഭവിച്ചറിയുവാൻ എനിക്കിന്നൊരു അവസരം തരണേ. ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ശക്തവും വ്യക്തവുമായി സംരക്ഷണ കവചമായി ഉണ്ടെന്നുള്ളതിന് തെളിവായി ഇന്ന് അടയാളങ്ങളെ നൽകണമേ കർത്താവേ. ചില അടയാളങ്ങളെ നൽകണമേ കർത്താവേ. യേശുവെ, പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യം അതിശക്തമായി ഞങ്ങളുടെ ചുറ്റും ഉള്ള അടയാളങ്ങൾ ഇന്ന് വെളിപ്പെടട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഈ ഉള്ളിൽ ഇങ്ങനെ വലിയ ഭയം വരുന്ന പോലെ, അതായത് നമുക്കിട്ട് ആത്മീയ സ്പിരിച്വൽ പഞ്ച്, അങ്ങനെ ഒരു കാര്യം. അതായത് ആത്മാവിൽ ചില ആഘാതങ്ങൾ വരുന്ന, ജീവിതത്തിൽ ചില ഷോക്ക് പോലത്തെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് ഇന്ന് ഡെലിവർ ചെയ്യുന്നു. ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകസ്മികമായി വരുന്ന ഷോക്കിംഗ് ആയിട്ടുള്ള ചില ന്യൂസുകൾ, ഷോക്കിംഗ് ആയിട്ടുള്ള ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, ഷോക്ക്ഡായിട്ട് തകർന്നിരിക്കുന്ന ചില അവസ്ഥകൾ. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഉറ്റ ചങ്ങാതിയായിരിക്കും, നിങ്ങളുടെ കൂടെ നടന്ന വ്യക്തിയായിരിക്കും നിങ്ങളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തപ്പോൾ ആ ഷോക്കിന്റെ അവസ്ഥയിൽ നിന്ന് കർത്താവ് 2-3 പേരെ പെട്ടെന്ന് ഡെലിവറൻസ് നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സൂയിസൈഡൽ തോട്ട്സിലൂടെ നിങ്ങൾ കടന്നുപോയി ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് ഈ നിമിഷം സ്പർശിക്കുന്നുണ്ട്. ഡോണ്ട് ബി ഗെറ്റ് ഡിപ്രസ്ഡ്, യു ഹാവ് എ ജീസസ് ഹു ഹാവ് ഓവർകംഡ് ഓൾ ദിസ്. നിങ്ങൾ ഡിപ്രഷന്റെ ഉള്ളിൽ തളർന്നിരിക്കേണ്ട വ്യക്തിയല്ല. നിങ്ങൾക്ക് ഇതേ അവസ്ഥയിൽ കടന്നുപോയ, ഇതിനെ മറികടന്നൊരു യേശു നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്.
ഇതേ അവസ്ഥയെ മറികടന്ന് ഒരു യേശു നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന വേദനകളെ മറികടന്ന് യേശു നിങ്ങൾക്ക് വേണ്ടി ഇന്നും നിലകൊള്ളുന്നുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന ദുഃഖങ്ങൾ തിരിച്ചറിഞ്ഞ് യേശു ഇന്നും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ തകർച്ച അറിയാവുന്ന യേശു നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ നൊമ്പരങ്ങൾ അറിയുന്ന ആരും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനില്ലെങ്കിൽ ആ സംസാരിക്കാനില്ലാത്തവൻ അവസ്ഥകളും വേദനകളും അറിയുന്ന ദൈവം നിനക്ക് വേണ്ടി നിന്റെ കണ്ണുനീര് കണ്ട് നിനക്ക് വേണ്ടി ഇടപെടുന്ന ദിവസമാണ് ഇതൊക്കെ വെള്ളിയാഴ്ച ദിവസം. ആർക്കും മനസ്സിലാക്കാത്ത നിന്റെ കണ്ണുനീര്, ആരോടും പറയാതെ നിന്റെ കണ്ണ് നിറഞ്ഞപ്പോൾ, ആരോടും പങ്കുവെക്കാതെ ചില വേദനകൾ കടിച്ചമർത്തിയപ്പോൾ നീ കടന്നുപോയ ആ വേദനകൾ, ആ കണ്ണുനീരുകൾ അത് വന്ന് വീണത് കർത്താവിന്റെ കൈക്കുള്ളിലേക്കാണ്. ഹല്ലേലൂയ. എന്റെ കർത്താവ് ഇങ്ങനെ ഒരു കാഴ്ചനെ കാണിക്കുന്നു. ആരും കാണാതെ നിന്റെ കണ്ണ് നിറഞ്ഞപ്പോൾ, ആരോടും പറയാതെ ചില വേദനകൾ കടിച്ചമർത്തിയപ്പോൾ ആ വേദനകൾ കണ്ണുനീരായി വന്ന് വീണത് കർത്താവ് അതൊരു പൊള്ളല് പോലെ കർത്താവിന്റെ കയ്യിലോട്ട്, നമ്മൾ ഈ ആസിലൊക്കെ വന്ന് വീഴുന്ന പോലെ നിന്റെ കണ്ണുനീര് കർത്താവിന്റെ കയ്യിലോട്ട് വന്ന് വീഴുന്നു. അറിയാവോ? നിനക്ക് വേണ്ടി നിന്റെ ദൈവം ശബ്ദിക്കും, നിന്റെ ദൈവം സംസാരിക്കും, നിന്റെ ദൈവം ഇറങ്ങി വരും. നിനക്ക് വേണ്ടി ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെ നൽകിയവൻ നോക്കി നിൽക്കുമെന്നാണോ ചിന്തിക്കുന്നത്? ഒരിക്കലുമല്ല. നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ചില വിഷയത്തിൽ അവിടുത്തെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തി തരും. നമ്മൾ ചിന്തിക്കും ദൈവം ഇറങ്ങി വരും, എങ്ങനെ ഇറങ്ങി വരും? ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഇറങ്ങി വരും? ദാനിയേൽ ചിന്തിച്ചില്ല. ദാനിയേൽ ഉറപ്പായിരുന്നു, എന്തായാലും ഞാൻ അനുഭവിച്ച ദൈവ സാന്നിധ്യം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അബ്രാഹത്തിന് സാറയ്ക്കും ആ ഒരു ഉറപ്പുണ്ടായിരുന്നു. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോയ്ക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. പൗലോസിലേക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. പത്രോസിലേക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവൻ, ഞാൻ നേരിട്ട് കണ്ടവൻ, എന്നെ ജയിലറകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവൻ. ആ കർത്താവിന്റെ സാന്നിധ്യത്തെ അവർക്ക് ഉറപ്പായിരുന്നു. They knew it. അവൻ ജീവനോടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ അവർ ഓരോ ദിവസവും മുൻപോട്ട് പോയപ്പോൾ ഓരോ ദിവസവും യേശുവിന്റെ ശക്തവും വ്യക്തവുമായ ഇടപെടലുകൾ അവർ അനുഭവിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, ഇവർ വിശ്വസിക്കുന്ന ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു ഇന്നും ജീവനോടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് ഈ 2026 ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം ഇന്ന് ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണും. ഡു നോട്ട് ലിമിറ്റ് ഹിം. ഹല്ലേലൂയ. ഡു നോട്ട് ലിമിറ്റ് ഹിം. കർത്താവിന്റെ അഭിഷേകം വ്യാപരിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും, അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും, വീര്യപ്രവർത്തികൾ നടന്നുകൊണ്ടേയിരിക്കും. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ടോയ്ലറ്റിൽ ഇരുന്ന് കേൾക്കുന്ന ഏതൊരു വ്യക്തിയുണ്ട്, നിങ്ങൾക്ക് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്, നിങ്ങളെ കർത്താവ് ഈ നിമിഷം സൗഖ്യമാക്കും. കർത്താവ് സൗഖ്യമാക്കുന്നു. വണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നവരുണ്ട്, നിങ്ങളെ കർത്താവ് സ്പർശിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ആ ഒരു സ്നേഹത്തിന്റെ തണലിന്റെ കീഴിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ഇത് ദുഃഖ വെള്ളിയാഴ്ച ദിവസം നമ്മൾ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷുകാർ പറയുന്നത് ഗുഡ് ഫ്രൈഡേ എന്നാണ് അല്ലേ? ഗുഡ് ഫ്രൈഡേ നമ്മൾ കേരളത്തിൽ പണ്ടുപോയിട്ട് ദുഃഖത്തിന്റെ ആ ഒരു കർത്താവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഒക്കെ നമ്മൾ ഓർക്കുകയാണ്. പക്ഷെ എന്തിനു വേണ്ടി? അതെല്ലാം എന്തിനു വേണ്ടിയാ? നിനക്ക് വേണ്ടി. എന്തിനു വേണ്ടി യേശു മരിച്ചു? നിനക്ക് വേണ്ടി. റോമാലേഖനത്തിൽ 5-ാം അധ്യായം നമ്മൾ കാണുന്നത് എന്താ? റോമാലേഖനം 5-ാം അധ്യായം 6 മുതലുള്ള വാക്യം. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നാം ബലഹീനരായിരിക്കെ, പറഞ്ഞു, ഞാൻ ബലഹീനരായിരിക്കെ എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരെ. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. കണ്ടോ? നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക, അങ്ങനെ വചനത്തിൽ പറയുക, നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. ക്വസ്റ്റ്യൻ മാർക്കാ. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. കണ്ടോ? അപ്പൊ ദൈവത്തിന് നിന്നോടുള്ള സ്നേഹത്തെ ദൈവം പ്രകടമാക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, നമ്മളൊക്കെ ദൈവത്തെ കാര്യസാധ്യത്തിന് വേണ്ടി നമുക്കെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ദൈവം നടത്തി തരും. പക്ഷെ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം പ്രകടമാക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്ത കാര്യം എന്താ? ദൈവം നമ്മളെപ്പോലെ ആയിത്തീർന്ന് നമ്മളൊക്കെ ഈ മനുഷ്യ ശരീരത്തിൽ കടന്നു പോകുന്ന വേദനകളും ഒറ്റപ്പെടലുകളും തിരസ്കരണങ്ങളും, അതായത് നമ്മളൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധി ഇറക്കി വെക്കുമ്പോൾ നമ്മളെക്കാളൊക്കെ മുകളിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ, കർത്താവ് കടന്നുപോയ അവസ്ഥകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ തിരസ്കരണങ്ങളിലൂടെ വേദനകളിലൂടെ കർത്താവ് കടന്നുപോയത്, അതിലൂടെ എല്ലാം ദൈവം കടന്നുപോയി ആ വേദനകൾക്കപ്പുറമായ വേദനകൾ അനുഭവിച്ച്
മരണം അനുഭവിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത് യേശു നമ്മളെ വിളിക്കുകയാണ് നിത്യജീവിതത്തിലേക്ക്. അപ്പൊ ഭൂമിയിലുള്ള നമ്മുടെ ഈ അടിസ്ഥാനത്തിനപ്പുറമായിട്ടുള്ള സ്വർഗീയ അടിസ്ഥാനത്തെ കണ്ട് ജീവിക്കാൻ യേശു വിളിക്കുന്നത്. നമുക്ക് ഭൂമിയിലെ അടിസ്ഥാനമാണ്, നമുക്ക് ഭൂമിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിന്തിക്കും. ആൾക്കാർ വീടൊക്കെ വെക്കുകയും വീട് മേടിക്കുകയും വീട് വെക്കുകയും ഒക്കെ നല്ല കാര്യങ്ങളാണ്, ഭൂമിയിലെ വാസസ്ഥലമൊക്കെ. പക്ഷെ മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, എത്ര വലിയ വെട്ടിപ്പിടിച്ച് ഏക്കർ കണക്കിന് ഭൂസ്വത്തുകൾ ഉണ്ടാക്കിയാൽ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു മനുഷ്യനുണ്ട്, പുള്ളിക്ക് ഭയങ്കര പ്രോപ്പർട്ടി, ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ഇഷ്ടമാണ്. പുള്ളിക്ക് 60 വയസ്സായി. പക്ഷെ പുള്ളിയുടെ ആഗ്രഹം എന്ന് വെച്ചാൽ മുഴുവൻ വെട്ടിപ്പിടിച്ചുണ്ടാകണം. പുള്ളിക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല, പക്ഷെ ആൾക്ക് ഇങ്ങനെ പ്രോപ്പർട്ടികളെല്ലാം മേടിച്ചു കൂട്ടുന്ന ഒരു ചിന്തയുള്ള മനുഷ്യനാണ്. അപ്പം ആള് ചിലപ്പോൾ ഇങ്ങനെ പറയും, പുള്ളിക്ക് ഇപ്പം ഈ അടുത്ത നാളുകളായിട്ട് പേടിയാ, എന്തെങ്കിലും വണ്ടി എടുത്ത് എവിടെയെങ്കിലും പോയി ഇടിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകുമല്ലോ എന്നുള്ള പേടി, ഉള്ളിൻ്റെ ഉള്ളിൽ ആ പേടി കിടക്കുകയാണ്. അപ്പോൾ ആള് വണ്ടിയൊക്കെ ഭയങ്കര പയ്യെ ഓടിക്കുന്നത്, ഈ മരണഭയം കാരണം. മനുഷ്യൻ ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ ആൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഭയവുമായിട്ട് മനുഷ്യൻ നിൽക്കുകയാണ്. ആ ഭയത്തിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. യേശുക്രിസ്തുവിനുള്ള ആ സ്വാതന്ത്ര്യം, നിത്യജീവനിൽ എനിക്ക് എൻ്റെ യേശുവിനോടൊപ്പം ഒരു നിത്യമായ വാസസ്ഥലമുണ്ട്. ആയിരക്കണക്കിന് വർഷം, കോടിക്കണക്കിന് വർഷം അവനോടൊപ്പം വസിക്കുവാൻ ഒരു സ്വർഗീയ ഭവനം എനിക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം ഓരോ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയുടെ ഏറ്റവും വലിയ ധൈര്യം അതാണ്. ആ അഭിഷേകമാണ് നമ്മുടെ കരുത്ത്. ആ അഭിഷേകമാണ് അപ്പസ്തലന്മാരുടെ കരുത്ത്. ആ അഭിഷേകത്തിൽ നമ്മൾ നിറയുമ്പോൾ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും ഭൂമിയിലെ ജീവിതത്തിനും വേണ്ടതൊക്കെ നമുക്ക് ആവശ്യമാണ്. അതെല്ലാം നമ്മളെ പിന്തുടരുമെന്ന് യേശു പറഞ്ഞത്. എൻ്റെ രാജ്യവും എൻ്റെ നീതി നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളെ തേടി വരും. നിങ്ങൾ തെരഞ്ഞെടുത്ത ഒരു രൂപഭാവം അല്ലല്ലോ നിങ്ങൾക്കുള്ളത്. നമ്മൾ ആരെങ്കിലും തെരഞ്ഞെടുത്ത രൂപഭാവമാണോ നമുക്ക്? നമ്മൾ ആരെങ്കിലും തെരഞ്ഞെടുത്ത വീടാണോ നമുക്ക്? നമ്മൾ ആരെങ്കിലും തെരഞ്ഞെടുത്ത അപ്പനോ അമ്മയോ രാജ്യമോ ഒന്നും അല്ലല്ലോ. ഇതെല്ലാം ദൈവം തെരഞ്ഞെടുത്തതാണ്. ആ തെരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മൾ ദൈവത്തിന്റെ നിയോഗത്തിൽ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നെ തെരഞ്ഞെടുത്ത് ദൈവം ഇതിനു വേണ്ടി അഭിഷേകം ചെയ്തുകൊണ്ടാണ്. ഇതുപോലെ തന്നെ ദൈവം നമ്മളെല്ലാവരും തെരഞ്ഞെടുത്ത് ഓരോ പർപ്പസിനായിട്ട് ദൈവം വിളിച്ചവരാണ്. ആ പർപ്പസിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ നമുക്ക് എന്താ ആവശ്യമായിട്ടുള്ളത്? കർത്താവിന്റെ സാന്നിധ്യം. യേശുവിൽ നിന്ന് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാം, അല്ലെ? ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വീകരിക്കും. എന്നാൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാമോ? യേശുവിന്റെ ജീവനുള്ള സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നതാണ്. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സമ്പന്നനാര യേശുവിന്റെ ജീവനുള്ള സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വന്ന്, അത് ആർക്കാണോ ലഭിച്ചത് ആ സാന്നിധ്യം, ആ അഭിഷേകമുള്ളവരാണ് ഏറ്റവും വലിയ സമ്പന്നൻ. കാരണം ആ അഭിഷേകമാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. യേശു എന്തിനാ ഈ ഭൂമിയിൽ വന്നത്? കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ഒരു മോറൽ ടീച്ചിങ് പഠിപ്പിക്കാനോ ഒരു തിയോളജി പഠിപ്പിക്കാനോ ഒരു മതം തുടങ്ങാനോ അല്ല. ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ വന്ന് വസിക്കുന്നതിന് വേണ്ടി, നിനക്കും എനിക്കും പരിശുദ്ധ കുർബാനയായി തീരുന്നതിന് വേണ്ടി, യേശു തന്റെ പരിഹാര ബലിയിലൂടെ നമ്മളെ നീതീകരിക്കുന്നതിന് വേണ്ടി, നമുക്ക് വേണ്ടി ബലിയായി തീർന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന മന്ദിരങ്ങളായി, ദേവാലയങ്ങളായി നിന്നെയും എന്നെ മാറ്റുന്നതിന് വേണ്ടി യേശു ഈ ഭൂമിയിൽ കടന്നു വന്ന ദുഃഖവെള്ളിയാഴ്ച ദിവസം നമുക്ക് വേണ്ടി അവിടുന്ന് പരിശുദ്ധ കുർബാനയായി, പാപപരിഹാര ബലിയായി, ഹോളി സാക്രിഫൈസായി തീർന്നു. ഇന്ന് വിശ്വസിക്കുന്ന ഈ നിമിഷം യേശു ക്രിസ്തുവിലൂടെയുള്ള ആ പരിഹാര ബലിയുടെ അനന്ത ശക്തി നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഭവനങ്ങളിലും നിറയപ്പെടുന്നു. ഈ അഭിഷേകം ഒരു ആത്മാവ് വഹിക്കുമ്പോൾ, ഈ അഭിഷേകം വഹിക്കുന്ന 2 പേര് ഒരു വീട്ടിൽ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ, കുഞ്ഞുങ്ങളും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ ആയിട്ട് നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം മുഴുവനും സ്വർഗത്തിന്റെ അഭിഷേകം കൊണ്ട് നിറയപ്പെടുകയാണ്. ആ സ്വർഗത്തിന്റെ അഭിഷേകം കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ടെറിട്ടറിക്കകത്തോട്ട് ദുഷ്ടൻ എൻട്രി ഇല്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെ ആത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികൾ ജീവിക്കുന്ന വീടുകൾ, സ്ഥലങ്ങൾ, രാജ്യങ്ങൾ, ദേശങ്ങൾ, അവിടെ റിവൈവലുകൾ സംഭവിക്കുമ്പോൾ ദുഷ്ടാരൂപി അവിടുന്ന് വാനിഷാവും. അവിടുത്തെ ഇരുട്ട് മാറിപ്പോവും. ഇരുട്ട് മാറി ആ സ്ഥലങ്ങളിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വ്യക്തവും ശക്തവുമായി കടന്നു വരും. ഹല്ലേലൂയ. 1-ാം മണ്ഡലവും 2-ാം മണ്ഡലവും 3-ാം മണ്ഡലവും തുറക്കും. 3 സ്പിരിച്വൽ റലമുണ്ട്. ആ റലങ്ങളെല്ലാം തുറക്കപ്പെടും. 1-ാം റലമുണ്ട്. നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ നിൽക്കുമ്പോൾ സ്പിരിച്വൽ റലത്തിന്റെ ഈ 3 തലങ്ങളും തുറന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ദൈവമിരിക്കുന്ന സ്വർഗാദി സ്വർഗങ്ങളിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, അതിനെതിരെ ഈ ഭൂമിയിൽ അത് വെളിപ്പെടുന്നതിനെതിരെ അന്തരീക്ഷ മണ്ഡലങ്ങളിലുള്ള ദുഷ്ടശക്തികളുടെ ചില പ്രവർത്തനങ്ങൾ, ഈ ഭൂമിയിലുള്ള ദൈവത്തിൽ നകന്നുപോയ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ, ഇതിനെയെല്ലാം തകർത്തുകൊണ്ട് ദൈവപ്രവൃത്തി ഈ ഭൂമിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കർത്താവ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന
പഠിപ്പിച്ചപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചെന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അതുവരെ ജൂതന്മാര് സ്വർഗത്തിൽ പോകുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ യേശു പഠിപ്പിച്ചു, മക്കളെ, സ്വർഗത്തിൽ നിങ്ങൾക്ക് പോകാം, പക്ഷേ നമ്മുടെ പർപ്പസ് ഈ 3 മണ്ഡലങ്ങളെ തകർത്തുകൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശക്തി നമ്മളായിരിക്കുന്ന ഈ ഭൂമിയിൽ വെളിപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യരായി കടന്നു വന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൽ ജീവിച്ച് ആ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ മുമ്പോട്ട് പോകുക, ദൈവവിശ്വാസം അതൊക്കെ ഭംഗിയാണ്, നല്ലതാണ്, ഗ്രേറ്റ് ആണ്. പക്ഷെ നമ്മുടെ പർപ്പസ്, ഈ ഭൂമിയിൽ നമുക്കൊരു പർപ്പസ് ഉണ്ട്. സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിൽ. സ്വർഗത്തിൽ ദാരിദ്ര്യമില്ല, സ്വർഗത്തിൽ സന്തോഷമാണ്, സമൃദ്ധിയാണ്, നന്മകളാണ്, അനുഗ്രഹമാണ്, നിറവുകളാണ്, എല്ലാ വിധത്തിലുമുള്ള ഫുൾനെസ് ഓഫ് ജോയിയാണ്. ആ സന്തോഷം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിൽ കൊണ്ടുവരണം. എന്നാൽ ഭൂമിയിൽ അത് വെളിപ്പെടുന്നതിന് തടസ്സമായി ദുഷ്ടാരൂപികളും ദുഷ്ടശക്തികളും അന്തരീക്ഷത്തിലുള്ള പല ഡൊമീനിയൻസും, ഈ ഡൊമീനിയൻസിനെ മുഴുവൻ തകർത്ത് ദൈവരാജ്യത്തിന്റെ അനുഗ്രഹം ഈ ഭൂമിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി, നിനക്കും എനിക്കും അനുഭവിക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തു, നിന്റെയും എന്റെയും ദൈവം, ആ ഈശോ മിശിഹ, ഈശോ ദുഃഖവെള്ളിയാഴ്ച ദിവസം നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ടെറ്റലസ്റ്റായി എന്ന് യേശു പറയുന്ന സമയത്ത് യോഹന്നാൻ സുവിശേഷം 19 അധ്യായം 30 വാക്യം, അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞുവെന്നറിഞ്ഞ് അവൻ തിരുവഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്തൊരു നീർപ്പഞ്ഞി ഹീസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവന്റെ ചുണ്ടോട് അടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. എല്ലാം നിറവേറിക്കഴിഞ്ഞു. അതായത് പിശാച് ഈ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ മനുഷ്യനെ എക്കാലവും യുഗയുഗാന്തരം അവന്റെ അടിമയാക്കി, ഇനി ഒരിക്കലും മനുഷ്യന് അവന്റെ അധീനതയിൽ, പിശാചാണ് ദൈവം എന്നുള്ള സങ്കല്പത്തിൽ അവനെ ആരാധിച്ച് അല്ലെങ്കിൽ അവന്റെ എല്ലാ തട്ടിപ്പിലും വെട്ടിപ്പിലും പെട്ട് അവന്റെ അധീനതയിൽ മനുഷ്യൻ കടന്ന് കഴിയുന്ന ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിക്കുവാൻ, ആ വിമോചനത്തിന്റെ വിലയാണ് ദൈവപുത്രൻ ദുഃഖവെള്ളിയാഴ്ച ദിവസം ക്രൂശിൽ കൊടുത്തത്. കർത്താവിന്റെ ആ രക്തം ഈ ഭൂമിയിൽ വീണ സമയത്ത് ആ രക്തത്തിലൂടെ എല്ലാ ശാപങ്ങളും ബ്രേക്ക് ആവുകയാണ്. ഇന്ന് യേശു ക്രിസ്തുവുമായിട്ട് ഒരു വ്യക്തി അലൈൻഡ് ആകുമ്പോൾ യേശു ക്രിസ്തുവിന്റെ പരിഹാര ബലിയിലൂടെ നമ്മൾ കുറ്റമറ്റവരായിത്തീരുന്നു. സാത്താന്റെ ക്ലെയിമിൽ നിന്ന് ദൈവപുത്രൻ കർത്താവ് യേശു നമ്മളെ മോചിപ്പിക്കുകയാണ്. നമ്മളെ യേശു തന്റെ രക്തത്തിലൂടെ നിർമ്മലരാക്കുന്നു, പരിശുദ്ധരാക്കുന്നു, നീതിമാന്മാരാക്കി തീർക്കുന്നു. 2 കൊരിന്ത്യർ 5:20-21. നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. ഞാൻ ഈ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു കോടതി മുറിയിൽ നിങ്ങൾ നിൽക്കുവാണ്. പിശാച് വന്നിട്ട് നിങ്ങൾക്കെതിരെ നിങ്ങൾ ചെയ്ത സകല തെറ്റുകളും കുറ്റങ്ങളുടെ ലിസ്റ്റുകൾ എടുത്ത് നിങ്ങൾക്കെതിരെ ക്ലെയിം ആയിട്ട് നിൽക്കുവാണ്. ഇവൻ അത് ചെയ്തു, ഇവൻ ഇത് ചെയ്തു, ഇവൻ ആ കൽപ്പന ലംഘിച്ചു, ഇവൻ ഈ കൽപ്പന ലംഘിച്ചു, ഇവൻ വന്നിട്ട് ആ സമയത്ത് ഇത് ചെയ്തു, ഇവൻ അവരോട് ഇങ്ങനെ പെരുമാറി, ഇവൻ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് വേറൊരാൾ കയറി വന്നിട്ട് പറയുകയാണ്, ഇവനല്ല അത് ചെയ്തത്, അത് യേശു അത് ഏറ്റെടുക്കുവാണ്. ആ കോടതി മുറിയിൽ അത് ഏറ്റെടുത്തിട്ട് പറഞ്ഞു, യേശുവിന്റെ മേലത് ഇട്ടോളുക. അപ്പം യേശു നിനക്ക് വേണ്ടി ആ ശിക്ഷ ഏറ്റെടുത്തതിലൂടെ യേശു ക്രിസ്തുവിന്റെ ആ കുറ്റമറ്റ അവസ്ഥ, യേശു ക്രിസ്തുവിൽ നീ കുറ്റമറ്റവനായിത്തീരുന്നു, നിർമ്മലനായിത്തീരുന്നു, പരിശുദ്ധനായിത്തീരുന്നു, നിഷ്കളങ്കനായിത്തീരുന്നു. പിന്നെ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് നിനക്ക് കർത്താവിനോട് ഒരു കടവുണ്ട്. അത് സ്നേഹത്തിന്റെ ഒരു കടവാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സാക്ഷാൽ പുത്രൻ സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രനാണ്. ആ സ്വാതന്ത്ര്യം പാപത്തിന് വേണ്ടി അടിമപ്പെട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല. ആ സ്വാതന്ത്ര്യം നിന്നെ സ്വതന്ത്രനാക്കിയവനെ മനസ്സിലാക്കി അവന് വേണ്ടി അവന്റെ സ്നേഹത്തിൽ പിടിക്കപ്പെട്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ഒരു ജീവിതമാണ്. അതാണ് ഈശോയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ജീവിതം. നമ്മളെ സ്നേഹിച്ചവനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുവാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, ആദ്യം യേശു നമ്മളെ സ്നേഹിച്ചു. ക്രൂശിൽ അതാ നമ്മൾ കാണുന്നത്. നമ്മൾ ഇത്രമാത്രം ദ്രോഹിച്ച, നമ്മൾ ദൈവകൽപ്പനകളും തെറ്റുകളും ഒക്കെ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് ദൈവം നമ്മളെ സ്നേഹിച്ച് ആ തെറ്റുകൾ ഏറ്റെടുത്ത് സ്വന്തം പുത്രനിലൂടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു. ഇനി നമ്മളെ സ്നേഹിക്കുന്നവനെ സ്നേഹിക്കാനുള്ള ഒരു ജീവിതം, ആ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്. 1 യോഹന്നാൻ 4:19. അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും
അവിടുത്തെ സ്നേഹിക്കുന്നു. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. അപ്പൊ ആദ്യം ആരാ സ്നേഹിച്ചത് നമ്മളെ? ആദ്യം നമ്മളെ സ്നേഹിച്ചത് യേശുവാണ്. ആദ്യം നമ്മളെ സ്നേഹിച്ചത് ഈശോയാണ്. ആ ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തിന്റെ ആ ഒരു ഡൈമെൻഷൻ, അയ്യോ എന്തൊരു വലിയൊരു സ്നേഹമാണല്ലേ! കർത്താവ് നമ്മളെ സ്നേഹിച്ച സ്നേഹം, ആ സ്നേഹത്തോളം വലിയ സ്നേഹം ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ഉണ്ട്? അത്രമാത്രം വലിയ സ്നേഹം. ആ സ്നേഹം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്കാണ് യേശുവിനെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റുന്നത്. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. അതിനാൽ ആ സ്നേഹം അനുഭവിച്ചറിയുമ്പോൾ നമുക്ക് അവിടുത്തെ സ്നേഹിക്കുവാൻ കഴിയുകയാണ്. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. നിന്നോടുള്ള സ്നേഹനിമിത്തം നിനക്ക് വേണ്ടി അവൻ ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു, എല്ലാം പൂർത്തീകരിച്ചു. നിന്റെ രക്ഷയ്ക്ക് വേണ്ട വില മുഴുവനും ക്രൂശിൽ കൊടുത്തു. നിന്റെ നീതീകരണത്തിന് വേണ്ട വില മുഴുവൻ ക്രൂശിൽ യേശു കൊടുത്തു. ഇതൊരു മനുഷ്യന് കിട്ടുന്ന കോൺഫിഡൻസ് എത്രമാത്രം വലുതാണെന്നറിയോ? ഞാൻ ഈ മരണക്കിടക്കയിൽ കഴിയുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് ചില ആൾക്കാരുടെ നഴ്സിംഗ് ഹോമിലൊക്കെ ഈശോയെക്കുറിച്ച് പറയും. അവരിങ്ങനെ ഒരു വ്യക്തി ഞാനിപ്പോഴും ഓർക്കുന്നു. അവർ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഈ ബോംബുകളൊക്കെ സ്മഗിൾ ചെയ്ത് ഇംഗ്ലണ്ടിന് വേണ്ടി അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട് ഒരാളുണ്ടായിരുന്നു, ഒരു ലേഡിയെ. അവർ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. അപ്പം പറഞ്ഞ സമയത്ത് അവർ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ യേശുവിനെ ഞാൻ നേരത്തെ അറിഞ്ഞില്ലല്ലോ. കാരണം ഇവര് ഒരു ക്രിസ്ത്യൻ റിലീജിയനിലാണ് വളർന്നു വന്നത്. പക്ഷെ ആ റിലീജിയൻ അവർക്ക് വലിയൊരു റിലീജിയസ് സ്പിരിറ്റ് കൊടുത്തു. പ്രൊട്ടസ്റ്റന്റ് റിലീജിയസ് സ്പിരിറ്റ് കൊടുത്തു. അവർ പ്രൊട്ടസ്റ്റന്റ് ലേഡി പ്രൊട്ടസ്റ്റന്റ് റിലീജിയസ് സ്പിരിറ്റ് കൊടുത്തു. ഭയങ്കര എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് ചെയ്യണം, ഞങ്ങൾ മാത്രമാണ് റൈറ്റ്, ബാക്കി എല്ലാം റോങ്, ഞങ്ങളാണ് യഥാർത്ഥ, ആ ഒരു മിലിറ്ററി രീതിയിലുള്ള ഒരു ക്രിസ്ത്യാനിറ്റി, ഒരു ക്രിസ്ത്യൻ ഫെയ്ത്ത് ആയിരുന്നു അവർ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയുന്ന മേഴ്സി ഒന്നുമില്ല. ഇപ്പൊ പ്രൊട്ടസ്റ്റന്റ് രാജ്യങ്ങളിലൊക്കെ അങ്ങനത്തെ ചില നേതാക്കന്മാരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പം അറിയാമല്ലോ ഏതൊക്കെ ലോകത്തിലെ പ്രൊട്ടസ്റ്റന്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ്. ക്രിസ്ത്യൻ ഫെയ്ത്ത് ആണ് അവരുടെ, ക്രിസ്തു തന്നെയാണ് അവരുടെ ദൈവമൊക്കെ. പക്ഷെ ഒരു ലീഗലിസ്റ്റിക് റിലീജിയസ് ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ അന്ന് ഈശോയെക്കുറിച്ച് ഞാൻ അവരോട് പങ്കുവെക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിലോട്ട് യേശുവിന്റെ സ്നേഹം അങ്ങ് തുളച്ചു കയറി. അവർ പറയും, ഇങ്ങനെ ഒരു യേശുവിനെ ഞാൻ അനുഭവിച്ചിട്ടില്ലല്ലോ. ചിലപ്പോൾ ക്രിസ്ത്യൻ കാത്തലിക് ഫെയ്ത്ത് ആകാം, കാത്തലിക്കിനെക്കാളും പ്രൊട്ടസ്റ്റന്റ് ബോൺ ആൾക്കാർക്ക് അവരുടെ ഉള്ളിൽ ഇങ്ങനെ ദൈവം എന്ന് പറയുമ്പോൾ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ലോ, നിയമം, കൽപ്പനകൾ എന്ന് പറഞ്ഞുള്ള ഒരു ഭാഗമാണ് ഉള്ളിൽ കിടക്കുന്നത്. അത് റിജിഡ് ആക്കും ചില ആൾക്കാരെ അൺനോവിംഗ്ലി. പക്ഷെ കർത്താവിന്റെ സ്നേഹം തുളച്ചു കയറിയപ്പോൾ ഉണ്ടല്ലോ, ആ സഹോദരി മരണക്കിടകിൽ കിടന്ന് പറയുക, കരഞ്ഞുകൊണ്ട് പറയും, ഈ യേശുവിന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടില്ല. ആ സ്നേഹം അനുഭവിക്കുമ്പോൾ ആ സ്നേഹമാണ് നമ്മളെ യഥാർത്ഥ മനുഷ്യനാക്കി തീർക്കുന്നത്. ആ സ്നേഹമാണ് നമ്മളെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വ്യക്തിയാക്കി തീർക്കുന്നത്. ആ സ്നേഹം അനുഭവിക്കുമ്പോഴാണ് യേശു എങ്ങനെ മറ്റുള്ളവരെ കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു സാധാരണക്കാരൻ തകർന്നിരിക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ അവനെ എങ്ങനെ യേശു കാണുന്നു. ആ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് യുദ്ധത്തിനൊന്നും പോകാൻ പറ്റത്തില്ല. ആ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊരാളെ തകർക്കാൻ പറ്റത്തില്ല. ആ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ സ്നേഹത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കണം. എന്തിനു വേണ്ടിയാണ് യേശു ക്രൂശിൽ പരിഹാര ബലിയായി തീർന്നത് എന്നുള്ള ആ സ്നേഹത്തിന്റെ തിരിച്ചറിവിലേക്ക് ലോകത്തെ പ്രവേശിപ്പിക്കുവാൻ നമ്മൾ വെമ്പൽ കൊള്ളും. എഫേസോസ് ലേഖനം 2-ാം അധ്യായത്തില് അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. അപ്പൊ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ദിവസം നമ്മൾ മനസ്സിലാക്കണം, വിദൂരസ്ഥരായിരുന്ന നമ്മളെ യേശു തന്റെ മരണത്തിലൂടെ, ക്രൂശിൽ ചിന്തിയ രക്തത്തിലൂടെ നമ്മളെ സമീപസ്ഥരാക്കിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ അരികിലേക്ക് നമുക്ക് ഈശോയെ അങ്ങയുടെ രക്തത്തിലൂടെ ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞ ആ സെക്കൻഡ് നമുക്കൊരു എൻട്രിയാണ്. നമ്മളൊരു പാസ്പോർട്ട് കാണിച്ചാൽ ഒരു രാജ്യത്തേക്കുള്ള എൻട്രി കിട്ടുന്നത് പോലെ, വിസ ഉണ്ടെങ്കിൽ എൻട്രി കിട്ടുന്നത് പോലെ, യേശുവിന്റെ രക്തത്തിലൂടെ സ്വർഗാദി സ്വർഗങ്ങളിലേക്ക്, അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്കൊരു എൻട്രിയാണ്. ഇപ്പൊ ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ ഇന്നേ ദിവസം ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ചില ചലഞ്ചസ് ഉണ്ടല്ലോ, ആ ചലഞ്ചസിനെ സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് പ്രവേശിച്ച്, യേശുവിന്റെ രക്തത്തിലൂടെ പ്രവേശിച്ച് അവിടുത്തെ സന്നിധിയിൽ ഈ നിമിഷം ഞങ്ങൾ ഇറക്കി വെക്കുന്നതാണ്. ആ വിഷയങ്ങൾ, അത് എത്ര ഭീകര വിഷയമാകട്ടെ, ആ വിഷയത്തെ ഞങ്ങൾ ദൈവ സന്നിധിയിൽ നിന്ന് സമർപ്പിക്കുമ്പോൾ ആ വിഷയത്തെ അവിടുന്ന് ഏറ്റെടുക്കുന്നതിനായി നന്ദി പറയും. നമ്മുടെ ഉത്കണ്ഠകളെയെല്ലാം ഇന്ന് കർത്താവിന്റെ സന്നിധി നമുക്ക് ഇറക്കി വെക്കാം. 1 പത്രോസ് 5-ാം അധ്യായം നമ്മൾ കാണുന്നത്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. എനിക്ക് നിങ്ങൾക്കൊക്കെ ഉത്കണ്ഠകൾ വരാം. ചില സമയത്ത് നമ്മൾ ഉത്കണ്ഠകൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ ആ ഉത്കണ്ഠകളെ നമ്മൾ ഇറക്കി വെക്കണം. മിനി പൗലോസെ ഉത്കണ്ഠകളെ ഇറക്കി വെച്ച്
ഇന്ന് മിനിച്ചേച്ചി ഉത്കണ്ഠകളെ ഇറക്കി വെക്കുന്ന സമയത്ത് ഈശോ അത് ഏറ്റെടുക്കുകയാണ്. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാ. തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നു, പത്രോസ്ലീഹ പറയുകയാണ്, യേശു നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാ. ഇപ്പം കർത്താവ് എന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ദുഃഖവെള്ളിയാഴ്ച നിനക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ നൽകിയവൻ ഇന്ന് നീയുമായിട്ട് കണക്റ്റഡാ. നിന്റെ കാര്യത്തിൽ അവൻ ശ്രദ്ധാലുവാണ്. ഇന്ന് നീ ഫേസ് ചെയ്യുന്ന വിഷയം അവൻ ഇമ്പോർട്ടന്റ് ആണ്. കാരണം യു ആർ ഇമ്പോർട്ടന്റ് ഫോർ ഹിം. ലോകത്തിലുള്ള സകല മനുഷ്യരുമായിട്ട് നീ ഇപ്പം കണക്ട് ചെയ്തു. നിന്റെ ആത്മാവിന്, ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് പ്രയോജനം എന്ന് വെച്ചാൽ നിന്റെ ആത്മാവിന് ദൈവമിടുന്ന വില ഈ ഭൂമിയെക്കാളും വിലയാണ് നിനക്കും നിന്റെ ആത്മാവിനും. ആ ദൈവത്തിന് നീ ഇമ്പോർട്ടന്റ് ആണ്. യു ആർ ഇമ്പോർട്ടന്റ് ഫോർ ഹിം. ഇന്ന് നിനക്കെതിരെ ആൾക്കാർ സംസാരിക്കുന്നെങ്കിൽ, നിനക്കെതിരെ കൈയെഴുത്തുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുപോലും മാറ്റി എഴുതുവാൻ യേശുവിന് സാധിക്കും. നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. ദുഷ്ടനിടുന്ന എല്ലാ ക്ലെയിമുകളും യേശു ബ്രേക്ക് ചെയ്യും. കാരണം യേശുവിന്റെ സാന്നിധ്യം നിനക്ക് വേണ്ടിയുണ്ട്. യു ആർ ഇമ്പോർട്ടന്റ് ഫോർ ഹിം. ഇന്ന് നീയുമായിട്ട് കർത്താവ് കണക്റ്റഡ് ആണ്. മുന്തിരിവള്ളിയും ശാഖയും എന്ന പോലെ യേശു നീയുമായിട്ട് കണക്റ്റഡ് ആണ്. എല്ലാം നിനക്ക് ഫേവർ ആയിട്ട് തരും. മുന്തിരിവള്ളിയും ശാഖയും എന്ന പോലെ യേശു നീയുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ് എന്റെ സഹോദര, എന്റെ സഹോദരി. യു ആർ കണക്റ്റഡ് വിത്ത് ഹിം. യു ആർ കണക്റ്റഡ് ത്രൂ ഹിം, ഇൻ ഹിം, വിത്ത് ഹിം, ത്രൂ ഹിം. യു ആർ കണക്റ്റഡ്. യു ആർ കണക്റ്റഡ്. ഹല്ലേലൂയ. യേശുവിന്റെ ക്രൂശിലെ പരിഹാര ബലിയിൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ടെറ്റലസ്റ്റായി എന്ന് അവസാനം പറയുന്ന സമയത്ത് ഭും, ഈ കണക്ഷൻ എല്ലാം സംഭവിച്ചു. ആ മരണസമയത്ത് യേശു മരിക്കുന്ന സമയത്ത് നീ കർത്താവുമായിട്ട് റിക്കൺസിലായി. ആ സമയത്ത് നടന്നത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ടെറ്റലസ്റ്റായി എന്ന് മഹാരാജാവാകുന്ന ദൈവം ഉണ്ടാകട്ടെ എന്ന് ദൈവ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞപ്പം ഈ ഭൂമിയെല്ലാം, പ്ലാനറ്റ്, ദ ഹോൾ സോളാർ സിസ്റ്റം കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ആ ദൈവം ഭൂമിയിൽ വന്ന് പറഞ്ഞ ഏറ്റവും ഭൂമിയും സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളും സകല ഡൈമെൻഷനും പ്രകമ്പനം കൊണ്ട വാക്കാണ് ടെറ്റലസ്റ്റായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം പൂർത്തിയായിരിക്കുന്നു. അത് പറയുന്ന സമയത്ത് നീ ഞാനും യേശുവിന്റെ ശരീരത്തിലേക്ക് ഭും 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 ഭും, നമ്മളല്ല ഈ കാന്തം വന്നിങ്ങനെ ഒട്ടുന്ന പോലെ വന്ന് യേശുവിനെ ഒട്ടിപ്പോയി. അത് ആ സമയത്ത് നടന്നു. ദുഃഖവെള്ളിയാഴ്ച സമയത്ത് യേശു പറഞ്ഞ സമയത്ത് നടന്നതാണ്. അതിനെ പിശാചിന് തൊടാൻ പറ്റത്തില്ല. അത്രമാത്രം വലിയൊരു അഭേദ്യ ബന്ധത്തിനുള്ളിലേക്ക് ക്രിസ്തു നമ്മളെ വിളക്കി ചേർത്തു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. ആ ശാഖയാക്കി തീർത്ത മൊമെന്റാണ്, നമ്മളെ വിളക്കി ചേർത്ത മൊമെന്റായത്. അൺബ്രേക്കബിൾ പിരിയ ബന്ധത്തിലേക്ക് നമ്മളെ ചേർത്ത് വെച്ച മൊമെന്റാണ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് യേശു പറഞ്ഞ മൊമെന്റ്. ആ നിമിഷം മുതൽ ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിലൂടെയുള്ള ഒഴുകുന്ന ശക്തി, ആ പവർ നിന്റെ ഉള്ളിലേക്കും നിന്റെ ആത്മാവിലേക്കും ജീവിതത്തിലേക്കും ശരീരത്തിലേക്കും വ്യാപരിക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ എല്ലാ ഫേസസിലേക്കും, എന്തൊക്കെ മേഖലകളുള്ള സകല മേഖലകളെയും യേശുവിന്റെ ആത്മാവിന്റെ ശക്തി തന്റെ നിയന്ത്രണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഇന്ന് അങ്ങനെ ഒരു മെസ്സേജ് യേശു തരുന്നു എനിക്ക്. യേശുവിന്റെ ആത്മാവിന്റെ ശക്തി നിന്റെ ജീവിതത്തിലെ സകല മേഖലകളും, നീ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സകല വ്യക്തികളും യേശുവിന്റെ ആത്മാവിന്റെ ഡൈമെൻഷൻ അണ്ടറിലാണ്. നീ ഇൻവോൾവ് ചെയ്യുന്ന സകല വ്യക്തികളും യേശുവിന്റെ ആത്മാവിന്റെ ശക്തിയുടെ അണ്ടറിലാണ്. നിന്നിലൂടെ ഒരു റഡാർ പോലെ കർത്താവ് അവരെ തന്റെ പാദപീഠമാക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഈശോ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു വാക്യമുണ്ട് കേട്ടോ, ഹെബ്രായ ലേഖനം 10. നമ്മൾ ഓർക്കും ചില സമയത്ത് നമ്മൾ ചിന്തിച്ചില്ലേ, എന്തുകൊണ്ടാണ് ചില വ്യക്തികൾ ജോലി സ്ഥലത്തും ശുശ്രൂഷയിലും വീട്ടിലും നാട്ടിലും ബിസിനസ്സിലും ഒക്കെ ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നതെന്ന്. എന്തിനാ കർത്താവ് ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഇങ്ങനെ എതിർത്ത് വരുന്നത്? ഞാൻ യേശുവിനെ കുരിശിലെ പരിഹാര ബലിയിൽ വിശ്വസിക്കുന്ന, യേശു വിശ്വസിക്കുന്ന വ്യക്തിയാണ്, ഈശോയെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്, ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്ന വ്യക്തിയാണ്. എന്നിട്ടും എന്താ എതിർപ്പുകൾ? ഹല്ലേലൂയ. നമ്മൾ ഹെബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അതിലെ 13-ാം വാക്യം, 12-ാം വാക്യം. അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി ദുഃഖവെള്ളിയാഴ്ച ദിവസം അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുകയാണ്. യേശുവിന്റെ കുരിശിനെ കർത്താവ് ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ എതിർക്കുന്ന വ്യക്തി, അതായത് സ്വന്തം നിഴലിനായിട്ട് യുദ്ധം ചെയ്യുവാണ്, അല്ലെങ്കിൽ ദൈവം വിളിക്കുന്ന ആ വിളിയെ മറുതലിക്കുകയാണ്. അത് മറുതലിച്ചു കഴിഞ്ഞാൽ അവന്റെ അവസാനം എന്നുള്ളത് ഈ കർത്താവിന്റെ ആ സ്നേഹത്തെ അനുഭവിച്ച് മാത്രമാണ് ഒരു വ്യക്തിക്ക് അവന്റെ ആത്മാവിന് ആ രക്ഷ അത് അനുഭവിക്കാൻ കഴിയുന്നത്. ഇതൊരു റിലീജിയസ് എക്സ്ട്രീമിസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല. യേശു ഏകരക്ഷകൻ എന്ന് പറഞ്ഞ് ബാക്കിയെല്ലാം റോങ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അല്ലത്.
അത് പറയുന്ന അത് ചില ആൾക്കാരെ പ്രസംഗിക്കുമ്പോൾ അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയെയും യേശുവിൻ്റെ സ്നേഹത്തെയും കുരിശിൽ യേശു നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയും ഒരാത്മാവ് അനുഭവിക്കുമ്പോഴാണ് അവൻ്റെ ആത്മാവിന് വിശ്രമം കിട്ടുന്നത്, സ്വസ്ഥത കിട്ടുന്നത്. ആ സ്നേഹം അനുഭവിക്കും. ഇപ്പം യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു. ആ ഒറ്റിക്കൊടുത്ത യൂദാസ് കുറ്റബോധം നിമിത്തം അവസാനം സൂയിസൈഡ് ചെയ്യുകയാണ്. എന്നാൽ പത്രോസിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ 3 തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് യേശുവിന്റെ സ്നേഹം അനുഭവിച്ചു കഴിയുമ്പോൾ മറ്റൊരു യേശു ക്രിസ്തു അല്ലെങ്കിൽ ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ് വീണ്ടും ജനിച്ച ഒരു പുതിയ സൃഷ്ടിയായി തീർന്ന് ആത്മാവിന്റെ അഭിഷേകത്തിൽ ആള് കർത്താവിനെ പ്രഘോഷിക്കുകയാണ്. അവസാനം കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാവുകയാണ്. അപ്പൊ അവിടെ നമ്മൾ കാണുന്നത് എന്താ? ആത്മാവിന്റെ അഭിഷേകത്തിൽ ഒരു മനുഷ്യൻ ദൈവത്തിന് വേണ്ടി കത്തിജ്വലിക്കുന്നതാണ്. അപ്പൊ ദൈവത്തിന് വേണ്ടി കത്തിജ്വലിക്കുന്ന ആ ഒരു വ്യക്തിത്വമായിട്ട് 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന ശിമയോൻ പത്രോസിന് പരിധികളുണ്ടായിരുന്നു. എന്നാൽ യേശുവിനെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആളുടെ മുൻപിൽ പുതിയൊരു ലോകം തുറക്കപ്പെടുകയാണ്. അപ്പൊ ഇന്ന് ഏത് മനുഷ്യനും ക്രിസ്തുവിലൂടെ ദൈവവുമായിട്ട് റിക്കൺസിലാകാം. ആ സ്റ്റെപ്പ് എടുത്ത വ്യക്തിക്കാണ് ആത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയാകുവാൻ സാധിക്കുന്നത്. അപ്പൊ ആത്മാവിന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, അയ്യോ ഇതാണല്ലോ റിയാലിറ്റി, ക്ലാരിറ്റി, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഹോളി സ്പിരിറ്റിന്റെ അനോയിറ്റിംഗ് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി നൽകുവാണ്. അപ്പൊ ഹോളി സ്പിരിറ്റിന്റെ അഭിഷേകം കിട്ടിയ ആൾക്കാർക്ക് മനസ്സിലാവും, ഒരു വ്യക്തി ചീത്ത പറയുകയും കല്ലെറിയുകയും കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ നോക്കുമ്പോൾ അവരോട് ക്ഷമിക്കുമ്പോൾ ഈ അഭിഷേകം വർദ്ധിക്കും. നമ്മളോട് എതിർക്കുന്ന വ്യക്തികൾ അതേ നാണയത്തെ തിരിച്ചടിക്കുന്നത് നഷ്ടമാണ്. അവരോട് ക്ഷമിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വർദ്ധിക്കും. ഇത് ആത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചവരാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ മുതലുള്ള ലേഖനങ്ങൾ മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചവരാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചവന് പിടികിട്ടും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇത് ആത്മാവിന്റെ ശക്തിയിൽ നമ്മൾ വളരുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പം അതുവരെ പഴയ നിയമത്തിലെ കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടാൽ ചിലപ്പോൾ പിടികിട്ടും. എന്നാൽ ഹോളി സ്പിരിറ്റിന്റെ അനോയിറ്റിംഗ്, ഈ അനോയിറ്റിംഗ് സ്വീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കി നമ്മളെ ദൈവം തീർക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ഒരു കാലഘട്ടം, ആ ഒരു ജീവിതത്തിന് വേണ്ടിയാണ്, ആ ഒരു തലത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ ക്രൂശിൽ നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചത്. ഹി ഫിനിഷ്ഡ് എവറിത്തിങ് ഓൺ ദ ക്രോസ്. ഇന്ന് ആ സ്നേഹത്തെ ഒന്ന് ധ്യാനിച്ച് വേറെ ഒന്നും ചിന്തിക്കരുത്. ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം നിന്നോടുള്ള സ്നേഹം നിമിത്തം നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന ദൈവത്തിന്റെ സ്നേഹം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മനുഷ്യൻ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവൻ ചിന്തിക്കുക അവൻ ആരുമില്ല കൂടെ. അവന്റെ കൂടെ യേശുവുണ്ട്. കാരണം നീ കടന്നു പോകുന്ന ഒറ്റപ്പെടലിനേക്കാളും വലിയ ഒറ്റപ്പെടലിലൂടെ, ഏകാന്തതയിലൂടെ കടന്നു പോയവനാണ് യേശു. എല്ലാ കാര്യങ്ങളിലും ഈശോ നമ്മളെ പോലെ സദൃശനായി തീർന്നു, എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് നിന്റെ കൂടെ യേശുവിന്റെ സാന്നിധ്യത്തിന് നിനക്ക് വേണ്ടി ഇടപെടുവാൻ, സംസാരിക്കുവാൻ, പ്രവർത്തിക്കുവാൻ കഴിയും. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഒരു വിശ്വാസ പ്രഖ്യാപനം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ക്രിസ്തുവിന്റെ മരണത്തിൽ ക്രിസ്തു എന്നെ വിളക്കി ചേർത്തു, ഒട്ടിച്ചു ചേർത്തു. ആ ക്രിസ്തുവിന്റെ ഉള്ളിൽ അനീഷും ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്, ലൈജുവും ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്, നിസയും ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്, മിനി പോലോസ് ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്, ഷേർലി ജോൺ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളെല്ലാം യേശു ക്രിസ്തുവിനോടൊപ്പം ക്രൂശിതനായിരിക്കുകയാണ്. ചിലപ്പോൾ ജീവിതത്തിലേക്ക് യേശു കടന്നുപോയ അനുഭവങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള ഒറ്റപ്പെടലുകളും ഇൻവെസ്റ്റിഗേഷനുകളും എതിർപ്പുകളും വെല്ലുവിളികളും ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിന്റെ ഉള്ളിലെ ക്രിസ്തു അതിന്റെ ശക്തിയിൽ പ്രശോഭിക്കുകയാണ്. അവിടെ ക്രിസ്തു പ്രാർത്ഥിച്ച പ്രാർത്ഥന നീയും ഇന്ന് ആ ക്രൂശിതന്റെ അനുഭവത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. പിതാവ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം പ്രാർത്ഥിച്ചേ. നിന്നെ ക്രൂശിക്കുവാൻ ഈ നാളുകളിൽ ദൈവം ഉപയോഗിച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. I'm saying this prayer under the guidance of the Holy Spirit. നിന്നെ ക്രൂശിക്കുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. പിതാവെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അവരോട് ക്ഷമിക്കണമേ, അവരോട് ക്ഷമിക്കണമേ, അവരോട് ക്ഷമിക്കണമേ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങൾ അവരെ കഴുകി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വ്യക്തികളാകാം, നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വ്യക്തികളാകാം, പ്ലാനുകൾ ഇടുന്ന വ്യക്തികളാകാം, അവരെല്ലാം യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി പ്രാർത്ഥിക്കുന്നു. അവരെ അതിലേക്ക് നയിക്കുന്ന ദുഷ്ടശക്തികളുടെ ഇൻഫ്ലുവൻസുകൾ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയോടെ ബ്രേക്കായി പോകട്ടെ. ഈ നിമിഷം കർത്താവിന്റെ സ്നേഹത്തിന്റെ രാജ്യത്തിന്റെ ആ ശക്തി ഇന്ന് അവരെ മാനസാന്തരപ്പെടുത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു.
ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നതിന് വേണ്ടി, എന്നെ ടേക്ക് ഓവർ ചെയ്ത് എന്നിൽ ജീവിക്കുന്നതിന് വേണ്ടി ദുഃഖവെള്ളിയാഴ്ച അവൻ എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങളെ ഏറ്റെടുത്ത് അവൻ ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. ടെറ്റലസ്റ്റായി. അപ്പൊ ക്രിസ്തുവിന്റെ സ്വപ്നം എന്താ? ഞാൻ ഈ വീട്ടിൽ ഇരുന്ന് ആയിരക്കണക്കിന് മെസ്സേജുകൾ ഈ സ്ഥലത്തിരുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ദുഃഖവെള്ളിയാഴ്ച ഇതൊരു സ്പെഷ്യൽ അനോയിറ്റിംഗ് മെസ്സേജാണ്. ക്രിസ്തുവിന്റെ ആഗ്രഹം എന്താ? ക്രിസ്തു എന്തിനാ ക്രൂശിൽ നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചത്? നമ്മുടെ കൂടെ വന്ന് നമ്മിൽ ജീവിക്കുന്നതിന് വേണ്ടി. ക്രൂശിൽ അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമ്മളെ എല്ലാ ശിക്ഷകളിൽ നിന്ന് മോചിപ്പിച്ചു. റോമാലേഖനം 8-1 ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഞാൻ നിങ്ങൾ ശിക്ഷാവിധിയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നെങ്കിൽ ഈ വചനം നിങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്നു. ദുഃഖവെള്ളിയാഴ്ച നിനക്ക് വേണ്ടി ക്രൂശിൽ യേശു പരിഹാര ബലിയായി തീർന്നതിലൂടെ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഒന്ന് അധരം തുറന്ന് പറഞ്ഞേ, മിനി പൗലോസ് എന്ന് പറഞ്ഞ് ഇവിടെ കമന്റ് പോസ്റ്റ് ചെയ്യുന്ന എല്ലാവരും എന്ന് പറഞ്ഞ്, ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. കമന്റ് നിന്ന് ടൈപ്പ് ചെയ്തേ, റോമ 8:1. ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ജോബീഷ് ജോസഫ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അധരം തുറന്ന് പറഞ്ഞേ, ഞാൻ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നു. ഈ വചനത്തെ ഞാൻ ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം ഏറ്റെടുക്കുന്നു. ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എല്ലാ ശിക്ഷാവിധികളിൽ നിന്നും യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി നമ്മളെ മോചിപ്പിച്ചിരിക്കുന്നു. എല്ലാ ശിക്ഷാവിധികളിൽ നിന്നും യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി നമ്മളെ മോചിപ്പിച്ചിരിക്കുന്നു. ടെറ്റലസ്റ്റായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഈ വചനത്തിന്റെ ശക്തി അനേക ശിക്ഷാവിധികളിൽ നിന്ന് കർത്താവിന്റെ ഈ വചനം അനേകരെ അതിൽ നിന്ന് വെട്ടിമാറ്റുവാണ്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ദൈവത്തിന്റെ വചനം മാറ്റരുത്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അതൊരെന്ന് പറഞ്ഞു. ദുഃഖവെള്ളിയാഴ്ച ദിവസം നമ്മൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തണം. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. Therefore there is no condemnation for those who are in Christ Jesus. യേശുക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ശിക്ഷാവിധിയില്ല. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഇപ്പൊ സുവിശേഷം എന്നുള്ളത് ഈ ഐക്യപ്പെടുവാൻ ലോകത്തെ വിളിക്കുകയാണ്. യേശു എന്താണ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞത്? തന്നിലൂടെ ദൈവത്തോട് രമ്യതപ്പെടുവാൻ, ദൈവ മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ യേശുക്രിസ്തുവിന്റെ കുരിശുബലിയിലൂടെ ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയാണ്. ക്രോസിന്റെ മെസ്സേജ്. ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ ബലിയുടെ മഹത്വത്തിൽ ആ അഭിഷേകത്തെ സ്വീകരിക്കുന്നവൻ, അല്ലെങ്കിൽ ആ ക്രൂശിന്റെ പരിഹാര ബലിയുടെ അന്തസ്സത്തെ, ആ അനന്ത പ്രകാശത്തെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിൽ ജീവന്റെ കൃപയുടെ അഭിഷേകം എന്ന് നിറയപ്പെട്ടിരിക്കുകയാണ്. ആ അഭിഷേകമാണ് നമ്മളെ ലിറ്ററലി വിശുദ്ധിയിൽ വളർത്തുന്നത്. വിശുദ്ധി ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കും, കൊതിക്കും. കാരണം ഈ അഭിഷേകത്തിൽ വളർന്നു വരുവാൻ നമ്മൾ ആഗ്രഹിക്കും. ആ അഭിഷേകം ഇതുവരെ പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ അനുഭവങ്ങൾ ഇന്ന് ഉണ്ടാകട്ടെ. ഇന്ന് ട്രാൻസ്ഫോർമേഷനുകൾ ഉണ്ടാകട്ടെ. ഇന്ന് അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ഇന്ന് ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ദൈവത്തിന്റെ ചില ഇടപെടലുകൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഗലാത്യലേഖനം 2:20, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. പൗലോസ്ലീഹയുടെ സൂപ്പർ നാച്ചുറൽ ലൈഫിന്റെ സോഴ്സ് എന്താണെന്ന് പറയുകയാണ്. എന്റെ ഇനിയുള്ള ജീവിതം, ഞാനൊരു സത്യം മനസ്സിലാക്കി. എനിക്ക് വലിയ തിരിച്ചറിവ് കിട്ടി. യേശു ജീവനോടെയുണ്ട്, സത്യദൈവമാണ്. എനിക്ക് വേണ്ടി ക്രൂശിൽ അവൻ സകലതും പൂർത്തീകരിച്ചു. ഇന്നും ജീവനോടെ അവനുണ്ട്. മരണത്തെ തോൽപ്പിച്ചവൻ ഉദ്ധാനം ചെയ്തിരിക്കുന്നു. ആ യേശു ക്രിസ്തുവിനോട് കൂടെ ഞാൻ ക്രൂശിതനായിരിക്കുന്നു. എന്റെ ഇനിയുള്ള ജീവിതം എന്നുള്ളത്, എന്റെ റൂട്ട് അല്ലെങ്കിൽ എന്റെ അടിസ്ഥാനം എന്നുള്ളത് ഈ ഭൂമിയിലുള്ള ഒന്നിലുമല്ല. എന്റെ ആശ്രയത്വം ഭൂമിയിൽ ശരീരത്തിലാണെങ്കിലും എന്റെ ഇനിയുള്ള ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ദുഃഖവെള്ളിയാഴ്ച നമ്മൾ
ക്രിസ്ത്യാനികളുടെ ഒരുപാട് ശുശ്രൂഷകൾ ലോകവ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് മനുഷ്യർ പള്ളികളിൽ അവിടെ ഇവിടെ ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു റെവലേഷൻ്റെ ഉള്ളിലേക്ക് ഒരു ആത്മാവ് പ്രവേശിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തീരുമാനിച്ചൊരു കാലഘട്ടത്തിലല്ല നിങ്ങൾ ജനിച്ചത്. ഈ കാലഘട്ടത്തിൽ ഈ ചില വേദനകളിലൂടെ അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഈ വേദനകളുടെ അവസ്ഥകളുടെ നടുവിൽ ദൈവം നിങ്ങൾക്കൊരു സന്ദേശം നൽകുകയാണ്. നിങ്ങളെ വ്യക്തിപരമായി ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായ ദൈവം ബലിയായി തീർന്നു. പൗലോസിനെ പറയുക, എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രൻ. വേറൊരാൾക്കും അവിടെ പറയുന്നില്ല, ഞങ്ങളെന്ന് പറയുന്നില്ല, എനിക്ക് വേണ്ടി അവൻ ബലിയായി തീർന്ന ക്രൂശിൽ. ദുഃഖവെള്ളിയാഴ്ച നിനക്ക് വേണ്ടി, നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, ഇത് ഒരു ആത്മാവ് വ്യക്തിപരമായി എടുക്കണം. ഇതിനെ ദുഃഖവെള്ളിയാഴ്ച സംഭവിച്ച കാര്യത്തെ നമ്മൾ വ്യക്തിപരമായിട്ട് എടുക്കുമ്പോഴാണ് അതിന്റെ പവർ നമുക്ക് വ്യക്തിപരമായി ഇന്ന് അനുഭവിക്കാൻ പറ്റും. എന്നെ കർത്താവ് എഴുതി കാണിക്കുന്നു. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച സംഭവിച്ച ക്രൂശിൽ സംഭവിച്ച കാര്യങ്ങൾ വ്യക്തിപരമായി ഏത് വ്യക്തി റിസീവ് ചെയ്യുന്നു, വ്യക്തിപരമായ ക്രൂശിന്റെ ദുഃഖവെള്ളിയാഴ്ച നടന്ന കർത്താവിന്റെ പരിഹാര ബലിയുടെ ശക്തിയുടെ അനുഗ്രഹങ്ങൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഒന്നും നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ടതില്ല. ഈ ഭൂമിയിലെ ഭയങ്ങളും ഭാരങ്ങൾക്കൊക്കെ ലിമിറ്റുണ്ട്. അതിനെയൊക്കെ കവച്ചു വെക്കുന്ന ഒരു പവറുണ്ട്. ആ പവർ ഇറങ്ങുക സ്വർഗത്തിൽ നിന്ന് ഈ നിമിഷം. ഈ ഭൂമിയിൽ ഒരാത്മാവ് വിശ്വസിക്കുന്ന സമയത്ത് കർത്താവ് നോക്കൂ, ഒരാത്മാവ് വിശ്വസിക്കുന്നുണ്ടോ? ഒരാള് ഏറ്റെടുക്കുക, യേശുവേ എൻ്റെ ആത്മാവിന് വേണ്ടി നീ ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. എനിക്ക് വേണ്ടി, എന്നെ സ്നേഹിക്കുന്ന നിമിത്തം, എന്നെ വിടുതലിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, എനിക്ക് വേണ്ടി നീ നിന്നെ തന്നെ ബലിയായി തന്നു. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ദൈവം ബലിയായി തീർന്നു. ഇന്ന് ദൈവം ഈ ഭൂമിയിൽ ഒരാത്മാവ് ഇത് വിശ്വസിക്കുന്നുണ്ടല്ലോ, ഗോഡ് ഈസ് ഹാപ്പി. വൺ മാൻ വിത്ത് ഗോഡ് ഈസ് മെജോറിറ്റി. പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നതാ, ഒരു മോശം ഏലിയ പ്രവാചകൻ, വിരലിലെണ്ണാവുന്ന ആൾക്കാരാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. വൺ മാൻ വിത്ത് ഗോഡ് ഈസ് മെജോറിറ്റി. ദൈവത്തിന് വേണമെങ്കിൽ കോടിക്കണക്കിന് പ്ലാനറ്റുകൾ ഉണ്ടാക്കാം, മില്യൺസ് ഓഫ് ഏഞ്ചൽസിനെ ഉണ്ടാക്കാം, റോബോട്ടുകൾ പോലത്തെ മനുഷ്യരെ വേണേ ഉണ്ടാക്കാം. ദൈവത്തിനതൊന്നും ഈസ് ഏബിൾ ടു ഡു, വെൽ ഏബിൾ ടു ഡു ഇറ്റ്. പക്ഷെ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു ബന്ധം, അപ്പൻ മക്കൾ ബന്ധമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ബന്ധത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് യേശു ക്രിസ്തുവിലൂടെ. ആ ബന്ധമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആ ബന്ധം സ്നേഹത്തിലധിഷ്ഠിതമായൊരു ബന്ധമാണ് ദൈവം എന്നും ആഗ്രഹിക്കുന്നത്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ദിവസം നിന്നോടുള്ള ആ സ്നേഹം നിമിത്തം നിന്നെ കർത്താവിന് കൈവിടാൻ പറ്റത്തില്ല, ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. നിന്നെ വ്യക്തിപരമായ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ അടയാളമായി സ്വന്തം രക്തം കൊണ്ട് അവിടുന്ന് നിന്നെ ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം വിലയ്ക്ക് വാങ്ങി, വില കൊടുത്ത് വാങ്ങുമായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ച് പത്രോസ്ലിഹ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം ഇന്നീ വചനമെല്ലാം ദൈവം തുറന്നു തരുന്നു. ചില ശുശ്രൂഷകൾ ചില ദിവസം നമ്മൾ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്ക് പള്ളികളിലാണ്, ചില ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് ചില ഡയമെൻഷൻ അങ്ങ് തുറന്നു തരും. ഇന്ന് അതുപോലെ തുറക്കുന്നുണ്ട്, വൺ ആഫ്റ്റർ അനദർ. അത് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ഗൈഡൻസ് ആണ്. 1 പത്രോസ് 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. പിതാക്കന്മാരിൽ നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ. നമ്മൾ റിഡീംഡ് ആക്കപ്പെട്ടത് കർത്താവിന്റെ അമൂല്യമായ രക്തം കൊണ്ടാണ്. വീണ്ടെടുക്കപ്പെട്ടു. ഹല്ലേലൂയ. പിതാക്കന്മാരിൽ നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ദുഷ്ടൻ കാലാകാലങ്ങളെ മനുഷ്യനെ അടിമപ്പെടുത്തിയിരുന്നു പല കാര്യത്തിലും. അതിൽ നിന്ന് ദൈവപുത്രൻ നമ്മളെ വീണ്ടെടുത്ത ദിവസമാണ് ഇന്നത്തെ ദിവസം. വെരി ഇമ്പോർട്ടൻ്റ്. നിങ്ങളൊരു സ്ഥലത്ത് കൊണ്ട് ഈ സ്വർണം പണയത്തിന് വെച്ചു, പണം കടം മേടിച്ചു, തിരിച്ച് ആ പണം സ്വർണം എടുക്കണമെങ്കിൽ എടുത്ത പൈസയും പലിശയൊക്കെ കൊടുത്തെങ്കിലുള്ളൂ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ദൈവപുത്രൻ ദുഷ്ടന്റെ അധീനതയിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കുന്നതിന് ഒരു വലിയ വില കൊടുക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ കടമെങ്കിൽ, 10 ലക്ഷം രൂപയാണ് നിങ്ങളുടെ കടമെങ്കിൽ, ദൈവപുത്രൻ നിങ്ങൾക്ക് 1000 കോടി രൂപ കൊടുക്കുകയാണ്. ഓവർ പേയ്മെന്റ്. കർത്താവ് ക്രൂശിൽ ചെയ്തത് മുഴുവൻ ഓവർ പേയ്മെന്റ്. ലോകത്തിലേതെങ്കിലും ബാങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ പലിശ എല്ലാം കൂട്ടി 20 ലക്ഷം, അല്ലെങ്കിൽ എനിക്കറിയാമല്ലോ, അത്രയൊന്നും പലിശയില്ല. പക്ഷെ 50 ലക്ഷം രൂപ പോലെ ആരെങ്കിലും കൊടുക്കുമോ? ഡൊണേഷനായിട്ട് ആരെങ്കിലും കൊടുക്കും? ഇല്ല. ദൈവപുത്രൻ നിനക്ക് എനിക്ക് വേണ്ടി ചെയ്തത് 1000, 10,000 ഇരട്ടി ഓവർ പേയ്മെന്റ് ആണ് ക്രൂശിൽ കർത്താവ് നിനക്ക് വേണ്ടി കൊടുത്തത്. അത്ര വലിയ ഓവർ പേയ്മെന്റ് കൊടുത്ത്
നിന്റെ ഈ ആത്മാവിനെ സാത്താന്റെ കരങ്ങളിൽ നിന്ന് അവൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, അവർ സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും യേശുവിന്റെ രക്തം മൂലവും സാത്താനെ മറികടക്കും, ഓവർകം ചെയ്യും. കാരണം യേശുവിന്റെ രക്തത്തിന്റെ ശക്തി അത്ര വലുതാണ്. സാത്താൻ ഏറ്റവും ഭയപ്പെടുന്ന യേശുവിന്റെ രക്തത്തെ. കാരണം ആ രക്തം എന്നുള്ളത് നിനക്ക് വേണ്ടി ദൈവം നൽകിയ ഓവർ പേയ്മെന്റ് ആണ്. അവന്റെ എല്ലാ ക്ലെയിമുകളും അവിടെ ബ്രേക്ക് ആവും. അതുകൊണ്ട് ചില സമയത്ത് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് യേശു അങ്ങയുടെ രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ മുദ്രയിടുന്നു, യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ പൊതിഞ്ഞു പിടിക്കുന്നു. ഞാൻ എപ്പോഴും ഈ പേരൻസിനോട് പറയും, നിങ്ങൾ മക്കൾ എക്സാമിനൊക്കെ പോകുമ്പോൾ അവരെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കണം, ഒന്ന് ബ്ലസ് ചെയ്യണം. യേശുവിന്റെ രക്തം കൊണ്ട് നിങ്ങൾ തലേ കൈവച്ച് യേശുവെ അങ്ങയുടെ രക്തം കൊണ്ട് ഞാൻ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു. ശരീരത്തെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കുക, മനസ്സിനെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കുക, ജോലി മേഖലകളെ, ബിസിനസ്സിനെ യേശുവിന്റെ രക്തം കൊണ്ട് ബ്ലസ് ചെയ്യുക. ആ തിരുരക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ തിരുരക്തത്തിന്, യേശുവിന്റെ രക്തത്തിന്റെ വലിയൊരു സംരക്ഷണം അവിടെ വെളിപ്പെടുകയാണ്. സാത്താൻ അത് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് നമുക്ക് വേണ്ടി ദൈവം കൊടുത്ത വിലയാണ്. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്താ? കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാട്, പാപമില്ലാത്തവൻ, പാപരഹിതനാകുന്നവൻ, നിഷ്കളങ്കനാകുന്നവൻ, അവന്റെ രക്തത്തിന്റെ ശക്തി. പഴയ നിയമത്തിലെ കൽപ്പനകൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ചോദിച്ചു മേടിക്കുന്ന, പ്രാർത്ഥിച്ചു മേടിക്കുന്ന ആ കൽപ്പനകൾ ലംഘിക്കുന്നത് നോക്കി നിൽക്കുമായിരുന്നു പിശാച് മനുഷ്യനെ. അതിന്റെ പേരിൽ ശാപവും അടിമത്തവും ഇടാൻ വേണ്ടി. ഹല്ലേലൂയ. പിശാച് ഒരിക്കലും വിചാരിച്ചില്ല ദൈവം മനുഷ്യനായി കടന്നു വന്ന് ആ എഴുതിയ കൽപ്പനകൾ മുഴുവനും ഒരെണ്ണം ഒരു തവണ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിക്കാതെ പരിപൂർണ വിശുദ്ധനായ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നടന്ന്, ആ മനുഷ്യൻ പരിപൂർണ ദൈവമാകുന്ന ക്രിസ്തു പരിപൂർണ മനുഷ്യനായി തീർന്ന് ക്രൂശിൽ ബലിയായി തീർന്നുകൊണ്ട് സ്വന്തം രക്തം കൊണ്ട് അവിടുന്ന് മനുഷ്യന് പുതിയൊരു ഉടമ്പടി നൽകി അവനെ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് സ്വാതന്ത്ര്യം നൽകി പുറത്തു കൊണ്ടുവരികയാണ്. പിശാച് ഓർത്തത് എല്ലാ കാലത്തും അടിമപ്പെടുത്താവുന്ന, പക്ഷെ ദൈവം തീരുമാനിച്ചു പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന്, അധീനതയിൽ നിന്ന് എന്നേക്ക് മനുഷ്യനെ പുറത്തു കൊണ്ടുവന്ന് ദൈവം എന്തിനാണോ മനുഷ്യനെ ജനിപ്പിച്ചത്, സൃഷ്ടിച്ചത്, ആ ഒരു ഫുൾനെസ്സിലേക്ക് മനുഷ്യനെ നടത്തുന്ന ഒരു കാലഘട്ടം. ഹല്ലേലൂയ. അഭിഷേകത്തെ, അതാണ് അപ്പസ്തോല പ്രവർത്തനം മുതലുള്ള കാലഘട്ടം. ആ അഭിഷേകത്തിന്റെ കാലഘട്ടത്തിലേക്ക് ദൈവം നമ്മളെ കരം പിടിച്ചുയർത്തി. ഈ ഭൂമിയിലേക്ക് ദൈവപുത്രൻ വന്നത്, കർത്താവ് പറഞ്ഞു, ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഇതെന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. പഴയതിൽ നിന്ന് പുതിയ ഉടമ്പടിയിലേക്ക് വരണമെങ്കിൽ, പിശാചിന്റെ ക്ലെയിമുകളിൽ നിന്ന്, അധീനതയിൽ നിന്ന് പുതിയ ഉടമ്പടിയിലേക്ക് വരണമെങ്കിൽ കൽപ്പനകൾ നൽകിയ ആള് തന്നെ അത് മാറ്റി എഴുതണം. പക്ഷെ ഒരു ക്ലോസ് ഉണ്ട്. നമ്മൾ പഴയ നിയമം ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ആരാണോ കൽപ്പനകൾ നൽകിയത് അതിൽ നിന്ന്, ആ ഉടമ്പടിയിൽ നിന്ന് ഒരു പുതിയ ഉടമ്പടി ജനിപ്പിക്കണമെങ്കിൽ ഉടമ്പടി നൽകിയ ആള് മരിക്കണം. ഉടമ്പടി നൽകിയ ആള് രണ്ടുപേരാണെങ്കിൽ ആ രണ്ടുപേരും മരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഉടമ്പടി മാറത്തുള്ളൂ. പഴയ കൽപ്പനകൾ, പഴയ നിയമത്തിൽ നിൽക്കുന്ന ഉടമ്പടിയിൽ മനുഷ്യൻ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ ഉടമ്പടി ലംഘിക്കുന്ന മനുഷ്യനെ പിശാച്ച് ഒരു കൽപ്പന, അവൻ ആ കൽപ്പന ലംഘിച്ചു, ആ ബന്ധനം ഇരിക്കട്ടെ, ഈ കൽപ്പന ലംഘിച്ചു, ഈ തടസ്സം ഇരിക്കട്ടെ, ഇങ്ങനെ പിശാച്ചിന്റെ ക്ലെയിമുകൾ മനുഷ്യനെ പിന്തുടരുവാണ്. അതിൽ നിന്ന് പുതിയ ഉടമ്പടിയിലേക്ക് അല്ലെങ്കിൽ മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമെങ്കിൽ അത് തന്നയാള് തന്നെ മാറ്റിയെടുക്കണം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. തന്നയാള് മരിക്കണം, ദൈവം മരിക്കണം, അത് ഏറ്റെടുത്ത ആളും മരിക്കണം, അല്ലെങ്കിൽ മനുഷ്യനെ റെപ്രസെന്റ് ചെയ്ത ആളും മരിക്കണം. പക്ഷെ ഇത് മാറ്റണമെങ്കിൽ വേറെ പ്രശ്നം കൂടെയുണ്ട്. നമ്മൾ ഈ ലീഗലായിട്ട് ഇങ്ങനെ ഈ സ്ഥല ക്രയവിക്രയങ്ങളൊക്കെ നടത്തുമ്പോൾ ആൾക്കാർക്കറിയാം ഇത് ചില ക്ലോസുകളൊക്കെ ഇന്നതുപോലെ ആയിരിക്കണം. മനുഷ്യനും ഒരു പ്രത്യേകതയുണ്ട്. ഏത് മനുഷ്യനാണോ ഉടമ്പടി മാറ്റാൻ മുമ്പോട്ട് വരുന്നത് അവൻ ആ ഉടമ്പടിയിൽ, പഴയ ഉടമ്പടിയിലുള്ള എല്ലാ കാര്യങ്ങളും
ഒന്നുപോലും തെറ്റിക്കാത്ത വ്യക്തിയായിരിക്കണം. അങ്ങനെ ഒരു മനുഷ്യൻ ഭൂമിയിലില്ല. അപ്പൊ ദൈവം മരിക്കണം, മനുഷ്യനും മരിക്കണം. അതുകൊണ്ടാണ് യേശു ഭൂമി വന്ന പരിപൂർണ ദൈവമാകുന്നവൻ ദൈവമെന്നുള്ള നിലയിൽ നമുക്ക് വേണ്ടി മരിക്കുന്നു. പരിപൂർണ മനുഷ്യനായി തീർന്ന യേശു നമുക്ക് വേണ്ടി മനുഷ്യനെന്ന നിലയിൽ ഈ നിയമങ്ങളും കൽപ്പനകളെല്ലാം പരിപൂർണമായി അവൻ മോശയുടെ കൽപ്പനകൾ, പഴയ നിയമത്തിലെ കൽപ്പനകൾ അത് ഫുള്ളസിൽ നിന്ന് ഒരു കർത്താവ് അവർ നമുക്ക് വേണ്ടി ബലിയായി തീരുകയാണ്. പെർഫെക്റ്റ് മാനായിട്ട് പെർഫെക്റ്റ് ഗോഡ്. അങ്ങനെ നിയമത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന് കൃപയുടെ യുഗത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ. റോമാലേഖനത്തില് 10-ാം അധ്യായത്തില് ഇപ്രകാരം പൗലോസ് പഠിപ്പിക്കുകയാണ്: വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. നിയമത്തിന്റെ വള്ളിയോ പുള്ളിയോ തെറ്റിക്കാനല്ല, പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഐ ഹാവ് കം ടു ഫുൾഫിൽ ഇറ്റ്. നിയമം എടുത്തു മാറ്റാനല്ല, നിയമത്തെ നിവർത്തിക്കുവാൻ, പൂർത്തീകരിക്കുവാൻ. കാരണം ആർക്കും പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അത് പൂർത്തീകരിച്ച ഒരാൾ കർത്താവാണ്. അത് പൂർത്തീകരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കർത്താവ് ക്രൂശിൽ കടന്നുകൊണ്ട് നമ്മളെ കാട്ടിത്തന്നു. എവിടെ എഴുതപ്പെട്ട ഒരു നിയമമല്ല യേശുവിന്റെ താടിരോമം വലിച്ചു പറിക്കുന്നവനെ ക്ഷമിക്കണമെന്നുള്ളത്. എവിടെ എഴുതപ്പെട്ട ഒരു നിയമമായതുകൊണ്ടല്ല യേശു ക്രൂശിൽ കടന്നുകൊണ്ട് പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത്. അതൊരു നിയമമായിട്ട് ഉള്ളത് കൊണ്ടല്ല. അവിടെ യേശു നമുക്ക് വരച്ച് കാണിക്കുകയാണ്, ദൈവസ്നേഹത്തിൽ ഒരു ആത്മാവ് പിടിക്കപ്പെടുമ്പോൾ അവൻ ഏതെങ്കിലും കൽപ്പനകൾ നിൽക്കുന്നത് കൊണ്ടല്ല, ഉള്ളിലിരിക്കുന്ന അഭിഷേകം തന്നെ അവനെ വിശുദ്ധിയിൽ ജീവിപ്പിക്കും. ആ അഭിഷേകം തന്നെ അവനെ ക്ഷമിക്കുവാൻ പ്രേരിപ്പിക്കും. ആ അഭിഷേകം തന്നെ അവനെ ക്രിസ്തുവിൽ, അവനെ ദൈവത്തിൽ വളർത്തും. അപ്പോൾ തന്നെ ദൈവം നൽകിയ, പഴയ നിയമത്തിൽ നൽകിയ കൽപ്പനകൾ എന്തിനാ, ഈ 10 കൽപ്പനകൾ എന്തിനാ ദൈവം നമുക്ക് നൽകിയത്? അതിന് യഥാർത്ഥ ഉദ്ദേശമെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഉദ്ദേശം എന്താ? നിയമം, റോമാലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്തിനാണ് ദൈവം പഴയ നിയമത്തിൽ കൽപ്പനകൾ നൽകിയത്. നിയമം അനുഷ്ഠിക്കുന്ന, റോമാലേഖനം 3:20, നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല, നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേ ഉള്ളൂ. അപ്പൊ പാപത്തെക്കുറിച്ചൊരു ബോധം ജനിപ്പിക്കുവാൻ ആ നിയമം സാധിക്കുന്നു. എന്നാൽ നമ്മൾ ആയിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായിരിക്കുന്നവൻ, അവൻ ക്രിസ്തുവിൽ ജീവിക്കുന്ന, ക്രിസ്തുവിലായി തീർന്നിരിക്കുന്ന ഒരു പുതിയ മനുഷ്യനാണ്. ആ പുതിയ മനുഷ്യൻ ദൈവത്തോട് സമീപസ്ഥനായിരിക്കുന്നു. എഫെസോസ് ലേഖനം 2-ാം അധ്യായത്തില് അതിന്റെ 13-ാം വാക്യം: ഒരിക്കൽ വിദൂരസ്ഥരായ നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. വി ആർ ക്ലോസർ ടു ഗോഡ്. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. കണ്ടോ? കൽപ്പനകളുടെ, ചട്ടങ്ങളുടെ ആധിക്യം സ്വന്തം ശരീരത്തിൽ യേശു ബലിയായി തീർന്നതിലൂടെ അവൻ ഇല്ലാതാക്കി. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കുവാൻ. ഇതാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കുവാനും കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുവാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. ഇവിടെ അപ്പസ്തലൻ പഠിപ്പിക്കുന്നതിന്റെ ഒരു മുഖ്യ ഫോക്കസ് വിജാതീയരും ജൂതരും തമ്മിലുള്ള കാര്യമാണ്. വിജാതീയരും ജൂതരും എന്നുള്ള ആ വ്യത്യസ്തതകളെല്ലാം ക്രൂശിൽ തകർക്കപ്പെടുകയാണ്. ക്രൂശിലെ ബലിയിലൂടെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, വെള്ളക്കാരനാണെങ്കിലും കറുത്തവർഗക്കാരനാണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും ചൈന ആണെങ്കിലും മലയാളി ആണെങ്കിലും തമിഴനാണെങ്കിലും തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഡസൻ മാറ്റർ, അറബി ആണെങ്കിലും, വിദൂരസ്ഥരായിരുന്ന നിങ്ങളും നിങ്ങളോടും സമീപസ്ഥരായ ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുവാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. യേശു ക്രൂശിൽ ബലിയായി തീർന്ന് എന്തിനാ? ഇന്ന് ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, മതങ്ങൾ നമ്മൾ ഭിന്നിക്കുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് പ്രസംഗിക്കപ്പെടണം. ദൈവം ക്രൂശിൽ മരിച്ചു, ദുഃഖവെള്ളിയാഴ്ച എന്തിനാ? ശത്രുത അവസാനിപ്പിക്കുന്നതിന് വേണ്ടി, തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കുവാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. പുതിയൊരു മതം ഫോം ചെയ്ത് ബാക്കിയെല്ലാം റോങ് എന്ന് പറയുമല്ല. ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്ന് ക്രൂശിൽ മരിച്ച് അവസാന തുള്ളി രക്തം വരെ നൽകി അവൻ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും തന്നിലൂടെ, ആ ക്രൂശ് ബലിയിലൂടെ ശത്രുത അവസാനിപ്പിക്കുന്ന
ആ തലത്തിലേക്ക് എല്ലാ മനുഷ്യരെയും പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി അവൻ വിളിക്കുകയാണ്, മകനെ മകളെ. ഈശോ വിളിക്കുകയാണ് നമ്മളെ. ഹല്ലേലൂയ. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കുവാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുവാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. എല്ലാ ശത്രുതകളും യേശുക്രിസ്തുവിലൂടെ അവസാനിക്കുന്നു കേട്ടോ. എല്ലാ ശത്രുതകളും യേശുക്രിസ്തുവിലൂടെ നീങ്ങി മാറുന്നു. എല്ലാ ബന്ധനങ്ങളും യേശുക്രിസ്തുവിലൂടെ അഴിഞ്ഞു മാറുന്നു. 18-ാം വാക്യം, അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ത് തന്നെയാണെങ്കിലും, നിങ്ങൾ ആരാണെങ്കിലും, ജീസസ് ലവ്സ് യു. ഇന്ന് യേശുക്രിസ്തുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ ദൈവത്തിന്റെ ഒരു മകനായി മകളായി നിങ്ങൾ തീർന്നിരിക്കുന്നു. ഒരേ ആത്മാവിൽ ദൈവത്തെ ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കുകയാണ്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യൻ, ഏത് ജാതിയോ മതമോ കളറോ വർഗമോ ഒന്നും ഒരു ബാധവുമല്ല ദൈവത്തിന്റെ സന്നിധിയിൽ യേശുക്രിസ്തുവിന്റെ ബലിയിലൂടെ ഒരേ ആത്മാവിൽ ദൈവത്തെ അനുഭവിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. നമുക്ക് ആ ക്രൂശൻ ചുവട്ടിലേക്ക് കടന്നു വരാം. വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ കടന്നു വരാം. അമ്മ മാതാവ് അവിടെയുണ്ട്, യോഹന്നാൻ സ്ത്രീ അവിടെയുണ്ട്, മഗ്ദല മറിയം അവിടെയുണ്ട്, നമ്മളും അവിടെയുണ്ട്. നമ്മുടെ യോഗ്യത എന്താ? ഒരു യോഗ്യതയില്ല എന്നുള്ളതാണ് നമ്മുടെ യോഗ്യത. ഒരു യോഗ്യത അനീഷിനില്ല, ഒരു യോഗ്യത എനിക്കില്ല. എനിക്കെന്ത് യോഗ്യത? യേശുവിന്റെ കുരിശിനെ അവിടെ വന്ന് നിൽക്കാം. പക്ഷെ എന്നെ യോഗ്യനാക്കി തീർക്കുന്നത്, എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ബലിയായി തീരുകയും ചെയ്ത യേശു മാത്രമാണ്. വേറെ ഒരു യോഗ്യതയില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനുള്ള കാരണം, ഇത് ഞാൻ ബൈബിൾ പണ്ഡിതനോ മതപണ്ഡിതനോ മതത്തിന്റെ ഏതാ ടൈറ്റിലോ ഒന്നുമല്ല. യേശുവിന്റെ സ്നേഹത്തിൽ ഞാൻ പിടിക്കപ്പെട്ടു. യേശു എന്നെ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടി എന്നെ യേശു ബലിയായി തീർന്നു. യേശുവിന്റെ പരിഹാര ബലിയിലൂടെ എന്റെ ശാപങ്ങൾ നീങ്ങി മാറി. യേശുവിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ് എന്നെ ഉത്തേജിപ്പിക്കുന്നത്. യേശുവിന്റെ സ്നേഹത്തെ പങ്കുവെക്കാൻ വേറൊന്നുമല്ല, ഒരു മതവുമല്ല. യേശുവിന്റെ സ്നേഹമാണ് എന്നെ ഉത്തേജിപ്പിക്കുന്നത്. ഇന്ന് യേശുവിന്റെ ആ സ്നേഹത്തിൽ ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് യേശുവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് നമുക്ക് കടന്നു വരാം. ഒരു പ്രത്യേക അഭിഷേകം ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ദിവസം കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുക. സഹോദര സഹോദരി, നമ്മുടെ ഏറ്റവും വലിയ വിടുതൽ നടന്ന ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച ദിവസം. ഇരുണ്ട് കിടന്ന നമ്മുടെ അവസ്ഥകളെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ, വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ, ജീവിതത്തെ പ്രകാശപൂർണതയിലേക്ക് നയിക്കുവാൻ, ദുഷ്ടന്റെ എല്ലാ പദ്ധതികളെ നിനക്കെതിരെ നിൽക്കുന്ന സകലതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് നിന്നെ ദൈവം എന്നേക്കുമായി വീണ്ടെടുത്ത ദിവസം. ടെറ്റനസ്റ്റായ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, മഷാലേം, എല്ലാം നിവൃത്തിയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൊലി ഉരിഞ്ഞ്, അല്ലെങ്കിൽ ആ ശരീരത്തിൽ നിന്ന് കർത്താവിന്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെട്ട വലിയ തീവ്ര വേദന അനുഭവിച്ചുകൊണ്ട് യേശു പറയുകയാണ്, എല്ലാം ഞാൻ നിവർത്തിച്ചിരിക്കുന്നു, ഫിനിഷ് ചെയ്തിരിക്കുന്നു. ശരീരം മുഴുവൻ തകർന്നിരിക്കുകയാണ്. ദേഹം മുഴുവനും തകർന്ന തരിപ്പണമായി കിടക്കുന്നു. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഒരു കണ്ട ഉഴുതുമറിഞ്ഞ് കിടക്കുന്നത് പോലെ ഉഴുതുമറിഞ്ഞ് കിടക്കുന്നൊരവസ്ഥ. ഇതിലും വലിയൊരു പീഡാസഹനം എന്താണുള്ളത്? നമ്മളൊക്കെ കടന്നു പോകുന്ന ചില അവസ്ഥകളും ചില ആരോപണങ്ങളും വേദനകളും ഒക്കെ ഇതിനു മുമ്പ് ഒന്നുമല്ല. അത്രമാത്രം അതിതീവ്രമായ വേദനകളിലൂടെ ഒരു കണ്ടത്തിലെ ട്രാക്ടറൊക്കെ ഉഴുതു മറിഞ്ഞ് കിടക്കുന്നത് പോലെ യേശുവിന്റെ ശരീരം ഉഴുതു മറിഞ്ഞ് തകർത്ത് തരിപ്പണമാക്കി കിടക്കുന്നു. ആ തകർത്ത് തരിപ്പണമാക്കി കിടക്കുന്ന ആ ശരീരത്തിൽ കടന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി പരിപൂർണ്ണ നഗ്നനാക്കി വിവസ്ത്രനാക്കി യേശുവിനെ ക്രൂശിൽ കടത്തിയേക്കുവാണ്. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പറയുക, നമ്മൾ കാണുകയാണ്, നമ്മൾ, അനീഷും നിങ്ങൾ, നമ്മൾ നമുക്ക് വേണ്ടി നമ്മളെ സ്നേഹിക്കുന്ന നിമിത്തം ദൈവപുത്രൻ ആ സമയത്ത് ആ വേദനകൾ, ആ തൊലി ഉരിഞ്ഞു പോയ ആ വേദനകൾ, ആ വസ്ത്രം ഉരിഞ്ഞു മാറ്റിയപ്പോൾ ശരീരത്തെ തൊലികളൊക്കെ പറഞ്ഞുപോയി. ആ വേദന സഹിച്ചത് നിന്നോടുള്ള സ്നേഹം നിമിത്തമാ. നിന്റെ പാപത്തിന്റെ ശിക്ഷ, ഞാൻ ഈ നിമിഷം വരെ എന്റെ ജീവിതത്തിൽ ചെയ്ത സകല പാപങ്ങളുടെ ശിക്ഷ ദൈവപുത്രൻ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് ആ പരിഹാര ബലിയിൽ ആ ശരീരത്തിൽ ആ തൊലി ഉരിഞ്ഞു പോയ സമയത്ത്, നഗ്നമാക്കപ്പെട്ട സമയത്ത് ആ വേദനകൾ മുഴുവൻ യേശു എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് അവസാന തുള്ളി രക്തം വരെ നമ്മുടെ വിമോചനത്തിന് വേണ്ടി നൽകിയിട്ട് സാത്താന്റെ കൈകളിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തുകൊണ്ട് രാജാതിരാജനാകുന്നവൻ തന്റെ പ്രഖ്യാപനം നടത്തുകയാണ്, ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. തെറ്റനസ്റ്റായി, ഇതാ ഞാൻ സകലതും നിവർത്തിച്ചിരിക്കുന്നു. സാത്താനെ, നിന്റെ കൈകളിൽ നിന്ന് എന്റെ കുഞ്ഞിനെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. നിന്റെ ശാപക്കെട്ടുകളിൽ നിന്ന് എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ബലമായി ഞാൻ പിടിച്ചെടുത്തിരിക്കുന്നു. അവർ ഇനി എന്റേതാണ്. നിന്റെ ക്ലെയിമുകൾക്ക് അവരുടെ മേൽ അവകാശമില്ല.
സാത്താൻ പാരമ്പര്യത്തെയും മുൻ തലമുറ ചെയ്ത പല ക്ലെയിമുകളും ഇട്ട് ആരുടെയൊക്കെ ജീവിതത്തെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി, ചില നന്മകളെ വരിഞ്ഞു മുറുക്കി അവൻ ക്ലെയിം ചെയ്തിട്ട് അതിനകത്ത് കുടുക്കിയിടാൻ ശ്രമിക്കുമ്പോൾ ഇന്നൊരു കരം വന്ന് അവന്റെ തലയെ തകർത്ത് നിന്നെ അവിടുന്ന് രക്ഷിച്ചെടുക്കുകയാണ്. ആ രക്ഷിച്ചെടുക്കുന്ന കരം, യേശുവിന്റെ കരം, ദുഃഖ വെള്ളിയാഴ്ച ദിവസം നിനക്ക് വേണ്ടി വെളിപ്പെട്ട കരം. ടെറ്റലസ്റ്റായ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. It is finished. It is finished. Devil, your claims are finished. നിന്റെ സകല ക്ലെയിമുകളും ക്രൂശിൽ ഫിനിഷ് ചെയ്ത കർത്താവ്. നിന്റെ സകല ആരോപണങ്ങളും നമ്മുടെയൊക്കെ പാരമ്പര്യ ലീനിയേജിനെ തന്നെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ലീനിയേജിനെ ക്രിസ്തുവിൽ തുറക്കുവാണ് പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ. ഇനി പാരമ്പര്യത്തിന്റെ പേരിൽ കഴിഞ്ഞ തലമുറ, മുൻ തലമുറ ചെയ്ത തെറ്റിന്റെ ശിക്ഷ നിന്നെ വേട്ടയാടാൻ ക്രിസ്തു അനുവദിക്കത്തില്ല, ക്രിസ്തുവിന്റെ രക്തം അനുവദിക്കത്തില്ല. അത് ക്ലെയിം ചെയ്തുകൊണ്ട് പിശാച് വരുമ്പോൾ ആ ലീനിയേജിനെ കർത്താവ് ബ്രേക്ക് ചെയ്തു. ക്രിസ്തുവിനുള്ള പുതിയ സൃഷ്ടിയുടെ ലീനിയേജിനകത്തേക്കാണ് ദൈവം നമ്മളെ ചേർത്ത് വെച്ചിരിക്കുന്നത്. ആ ലീനിയേജ് കണക്റ്റഡ് ആയിരിക്കുന്നത് യേശുവിന്റെ ശരീരമാകുന്ന സഭയുമായിട്ടാണ്, വിശുദ്ധരുമായിട്ടാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി ഈ ഒരു തിരിച്ചറിവിൽ വരുന്നത് വരെയുള്ള അവന്റെ ക്ലെയിമുകളൊക്കെ ഈ നിമിഷം തന്നെ സകല ക്ലെയിമുകളെ യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തി മോചിപ്പിക്കുന്നു. എന്നെ മോചിപ്പിക്കുന്നു, നിങ്ങളെ മോചിപ്പിക്കുന്നു, നമ്മളെ മോചിപ്പിക്കുന്നു. സാത്താന്റെ സകല ക്ലെയിമുകളിൽ നിന്നും, സകല ആരോപണങ്ങളിൽ നിന്നും, സകല അവന്റെ വാഗ്വാദങ്ങളിൽ നിന്നും, അവന്റെ സകല അക്യൂസേഷനുകളിൽ നിന്നും, ഇൻവെസ്റ്റിഗേഷനുകളിൽ നിന്നും, അവന്റെ സകല ആരോപണങ്ങളിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ ശക്തിയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, റോമ 8:31, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ദൈവം നീതീകരിച്ചതിനെ ആർക്കാണ് കുറ്റം ചുമത്തുവാൻ സാധിക്കുന്നത് എന്ന് വിശ്വസിക്കുക. വലിയൊരു അഭിഷേകം നമ്മുടെ നടുവിലേക്ക് വ്യാപരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനു തോമസിനെ, യേശു ആന്റണി വിൻസെന്റിനെ, റോസ് മരിയനെ, നിസ ലൈജുവിനെ, ലാലി സെബാസ്റ്റിനെ, യെസ് ടെറ്റലസ്റ്റായ് പറഞ്ഞേ, ടെറ്റലസ്റ്റായ്, 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 ടെറ്റലസ്റ്റായ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദ ക്രോസ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദ ക്രോസ്. ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ നിന്നെ അസ്വസ്ഥപ്പെടുത്തിയ ചില പിശാചിന്റെ ക്ലെയിമുകൾ, പിശാചിന്റെ ചില എതിർപ്പുകൾ, പിശാചിന്റെ ചില പദ്ധതികൾ, പിശാചിന്റെ ചില കെണികൾ, അത് പരിപൂർണമായി ക്രൂശിൽ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദ ക്രോസ്. എവരിതിങ് ദാറ്റ് ഡെവിൾ തോട്ട് ദാറ്റ് ഇറ്റ് വുഡ് കം അഗെയിൻസ്റ്റ് യു, അത് നിങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. പിശാച് വെച്ച സകല കെണികൾ നിന്റെ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. വലിയ അഭിഷേകം വെളിപ്പെടുന്ന ഈ നിമിഷം, വലിയ അഭിഷേകം വെളിപ്പെടുന്ന തടസ്സങ്ങളിൽ നിന്ന് ദൈവം അനേകരെ പുറത്തു കൊണ്ടുവരുന്നു. അനേക ബ്ലോക്കുകളെ ദൈവം ഈ നിമിഷം അഴിച്ചു മാറ്റുന്നുണ്ട്. ദൈവം അഴിച്ചു മാറ്റുന്നു. ക്രിസ്തുവിന്റെ രക്തത്തിലെ ശക്തി അനേക ബ്ലോക്കുകളിൽ നിന്ന്, അതായത് ജീവിതത്തിൽ ചില തടസ്സങ്ങൾ കൊണ്ടുവന്ന് ഇനി മുമ്പോട്ട് അവൻ സ്റ്റെപ്പ് എടുക്കത്തില്ല, കുരുക്കുക. ആ കുരുക്കുകളിൽ നിന്ന് യേശുവിന്റെ സഹനം, ദുഃഖ വെള്ളിയാഴ്ച കടന്നുപോയ വേദന, കർത്താവിന്റെ സഹനം എന്നോട് അങ്ങനെ പറയാൻ പറയും. ചില കുരുക്കുകളിൽ നിന്ന് യേശു അഴിക്കുന്നുണ്ട്. പക്ഷെ ആ അഴിക്കുന്നത് മണിക്കൂറുകൾ, നമ്മളൊക്കെ ഇങ്ങനെ ഒരു കൈ വിരിച്ച് പിടിച്ച് 10 മിനിറ്റ് നമ്മുടെ കൈക്ക് ഭയങ്കര വേദന, കൈ കഴിക്കും. മണിക്കൂറുകൾ ക്രൂശിൽ കിടന്ന അതിതീവ്ര വേദന, ആ വേദന ഞരമ്പുകളും കൈകളും കാലുകളും മുഴുവനും ക്ഷതമേറ്റ് തകർക്കപ്പെട്ട പീഡാസഹനത്തിന്റെ ആ വേദന ഇന്ന് വലിയ കുരുക്കുകളിൽ നിനക്ക് സ്വാതന്ത്ര്യം നൽകും. വലിയ കുരുക്കുകളിൽ നിനക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. പ്രാചീന പൈശാചികമായിട്ടുള്ള ചില പൈശാചിക ആധിപത്യങ്ങൾ, റീജിയണൽ സ്പിരിറ്റുകൾ, ഫെമിനിൻ സ്പിരിറ്റുകൾ, അതിന് ആധിപത്യങ്ങൾ നിമിത്തം ചില കുരുക്കുകളിൽ പെട്ടിരിക്കുന്ന ചില വ്യക്തികളെ യേശുവിന്റെ പീഡാസഹനം, ദ പവർ ഓഫ് ടെറ്റലസ്റ്റായ് ഇന്ന് മോചിപ്പിക്കും. ഇപ്പം മോചിപ്പിക്കും. അത് ഏത് ഡൈമെൻഷനിൽ നിന്ന് വന്ന ഡൈമെൻഷനിലൂടെയാകാം, അവർ റിക്രിയേറ്റ് ചെയ്ത ചില സംഭവങ്ങളാകാം. ഇപ്പോൾ യേശുവിന്റെ പീഡാസഹനത്തിന്റെ ശക്തി നിങ്ങളെ മോചിപ്പിക്കുന്നു. റൈറ്റ് നൗ രമ്യ ബാബുവിന് രോഗസൗഖ്യം കിട്ടി യേശുവിന്റെ നാമത്തിൽ. ആ രോഗസൗഖ്യത്തിനായി നന്ദി പറയും. രമ്യ ബാബുവിന് ഇപ്പൊ കിട്ടിയ രോഗസൗഖ്യത്തിനായി നന്ദി പറയുന്നു. അനേകരുടെ രോഗങ്ങളെ യേശു സൗഖ്യമാക്കുകയാണ്. ഇന്ന് യേശുവിന്റെ സാന്നിധ്യം അതിശക്തമായി നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു. വലിയ ഡെലിവറൻസ് ഈ നിമിഷം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അധരം തുറന്ന് പറഞ്ഞ ടെറ്റലസ്റ്റായ് ജീസസ്, ടെറ്റലസ്റ്റായ്. ഞാൻ വിശ്വസിക്കുന്ന യേശുവേ, അവിടുന്ന് ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചതിനായി നന്ദി പറയുന്നു. ഇന്ന് നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദൂരത്തിൽ നിനക്കെതിരെ സംസാരിച്ച ചില വ്യക്തികൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നു. നിന്റെ കുടുംബത്തിൽ മാനസാന്തരം ഉണ്ടാകുന്നു. കണ്ണുനീരോടെ ചില വ്യക്തികൾ ദൈവസന്നിധിയിലേക്ക് ഈ ദിവസങ്ങളിൽ കടന്നു വരാൻ വേണ്ടി പോവുകയാണ്. വലിയ ഡെലിവറൻസ് ഈ നിമിഷം വെളിപ്പെടുന്നു നമ്മുടെ നടുവിൽ. മൈറ്റി പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് യേശുവേ, യേശുവേ, യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്,
നിന്റെ സാന്നിധ്യം, അവന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ അതിശക്തിയോടെ വെളിപ്പെടുന്നു. യേശുവേ എന്ന് വിളിച്ച് തൊലി ഉരിഞ്ഞു പോകുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികൾ, തൊലി ഉരിഞ്ഞു പോകുന്ന അവസ്ഥ. അയ്യോ, അതെന്തൊരവസ്ഥയാണ്. അതായത് ഈ ചില ആൾക്കാർ വീട്ടിലൊക്കെ വന്ന് ഇങ്ങനെ ഭയങ്കര ബഹളം വെക്കുവോ, നിങ്ങളിങ്ങനെ നാണം കെടുവോ പല ആൾക്കാരുടെ മുമ്പിൽ, നിങ്ങൾ ഇങ്ങനെ ഇനി എങ്ങനെ ജീവിച്ച് മടുത്തു എന്നൊക്കെയുള്ള ഈ ഒരു വിഷമം കാരണം. നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച വ്യക്തി, പക്ഷെ ജീവിച്ച് മടുത്ത പോലത്തെ ഒരു അവസ്ഥ. അങ്ങനെ ചിന്തിക്കരുത്. കർത്താവ് നിങ്ങൾക്ക് ഒത്തിരി നന്മയുടെ ദിനങ്ങൾ ഇനിയും നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഈ വേദനയെ, ഇപ്പം ഈ കടന്നുപോയ അവസ്ഥയുണ്ടല്ലോ, ഇപ്പം ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ, അത് നിങ്ങളെ കടത്തിവിടുന്ന വ്യക്തികളെ നിങ്ങൾക്ക് കുറെ നാളായിട്ട് അറിയാവുന്നവരായിരിക്കും. കർത്താവിൻ്റെ പീഡാസഹനത്തിന് ഒരു ചെറുതരി ഈ ഭൂമിയിൽ അനുഭവിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് ഇന്നേ ദിവസം അതിനായിട്ട് നന്ദി പറഞ്ഞു. എൻ്റെ യേശു, ഞാൻ ഈ ദിവസങ്ങളിൽ കടന്നുപോയ സകല പീഡാസഹനത്തിനുമായിട്ട് നന്ദി പറയുന്നു. എല്ലാ ഒറ്റപ്പെടലുകൾക്കുമായി നന്ദി പറയും. അതിനെ എന്നെ കടത്തിവിട്ട, പരിഹസിച്ച, ആക്ഷേപിച്ച, അതിനെതിരെ പ്രവർത്തിച്ച വ്യക്തികൾക്ക് ഞാൻ നന്ദി പറയുന്നു യേശു. അവിടുത്തെ രക്തത്തിന്റെ ശക്തിയിൽ അവരെ കർത്താവ് നീ അനുഗ്രഹിക്കുന്നതിനെ നന്ദി പറയും. നിങ്ങളെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ഉള്ളിലോട്ട് യേശുവിന്റെ വലിയ മഹത്വം അനുഭവിക്കുന്നു. മഹത്വം കടന്നു വരും. കർത്താവിന്റെ മഹത്വം, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. ഈ നിമിഷം വർദ്ധിക്കുകയാണ്. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷം കർത്താവിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഈ നിമിഷം അനേകരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. വലിയ ഫ്രീഡം ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇത് നമ്മുടെ നടുവിൽ ഈ നിമിഷം അതിശക്തമായ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്വർഗത്തിന്റെ സാന്നിധ്യം, സമാധാനം, എ പീസ് സർപാസസ് ഓൾ അവർ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ ബുദ്ധിക്ക് അതീതമായൊരു ദൈവിക സമാധാനം ഇന്ന് നമ്മുടെ നടുവിൽ അതിശക്തമായി വെളിപ്പെടുന്നു. സോറിയാസിസ്, സ്കിൻ ഡിസീസുകൾ, അലർജികൾ ഒക്കെ ഉള്ള ആൾക്കാർക്ക് കർത്താവിന്റെ ഒരു സന്ദർശനം ഉണ്ടാവുകയാണ്. പ്രസൻസ് ഓഫ് ജീസസ് ഈസ് ഗൈഡിങ് us, ഹീലിംഗ് us, സെറ്റിംഗ് us ഫ്രീ. എല്ലാവരും പ്രാർത്ഥിച്ച്, പരസ്പരം പ്രാർത്ഥിച്ച് നമ്മുടെ എല്ലാവരുടെ രോഗാവസ്ഥകൾ ഈ നിമിഷം സൗഖ്യമാകട്ടെ. രോഗസൗഖ്യത്തിന്റെ വലിയൊരു ശക്തി നമ്മുടെ നടുവിൽ വെളിപ്പെടുന്നു. ഇത് ആത്മാവിന്റെ പ്രവർത്തനമാണ് കേട്ടോ. വിശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം കടന്നു വരും. എന്നെ പണ്ട് എനിക്കറിയാവുന്ന ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ക്രിസ്ത്യാനിയാണ്, ലളിത എന്ന പേര്. ആ ചേച്ചിക്ക് യേശുവിന്റെ ദർശനങ്ങൾ തുടർമാനമായിട്ട് രാത്രി 3 മണിക്ക് ഉണ്ടാകുമായിരുന്നു. അപ്പം ഒരിക്കലും കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് കർത്താവ് ഒരിക്കൽ പോലും എപ്പോഴും എന്നോട് അവർ പങ്കുവെക്കുന്ന ഒരു കാര്യം ഇതായിരുന്നു. അതായത് എൻ്റെ മകളെ നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചത്. ആ ഒരു തലത്തിൽ, അതായത് കർത്താവിൻ്റെ ഹൃദയത്തിൽ ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. നിനക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. ഇന്ന് ആ മരണത്തിലൂടെയുള്ള കർത്താവ് നൽകുന്ന ആ ഒരു പുതിയ ജീവിതത്തെ, യേശുക്രിസ്തുവിന്റെ സഹനത്തിലൂടെ നിനക്ക് ലഭിക്കുന്ന ആ പുതിയ നിറവിനെ ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം സ്വീകരിക്കാം. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയും ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായി രാധാകൃഷ്ണൻ എന്നിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, ടുലു ബ്രൈറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സന്തോഷ് കുമാർ സുകുമാരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിൻസി സനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഇവിടെ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ മിനി പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രമ്യ ബാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ സന്നിധിയിലേക്ക് ഓരോ മക്കളെ സമർപ്പിക്കണം. ഷേർലി ജോണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അനീഷ് ആന്റണിയെ സമർപ്പിക്കുന്നു. റോമാലേഖനം 8-1 വാക്യം, ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. വത്സ കുഞ്ഞിരാമന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോസ് മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബീന മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സെബാസ്റ്റ്യൻ അനിക്ലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവെ, കമന്റ് ചെയ്തിട്ടുള്ളവരും ലൈവിൽ ജോയിൻ ചെയ്തവരും ഇനി കേൾക്കാൻ പോകുന്നവരുമായ എല്ലാ സഹോദരങ്ങളെയും യേശുവെ, ദുഃഖ വെള്ളിയാഴ്ച ദിവസം അങ്ങയുടെ തിരുമുറിവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പിതാവാം ദൈവത്തിന്റെ വലിയ സ്നേഹം, പുത്രനാം യേശുവിന്റെ വലിയ കൃപ, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ വിട്ടുപിരിയാത്ത ആ സംബന്ധവും സഹവാസം ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഞങ്ങൾ അനുഭവിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴും ഓരോ സെക്കൻഡിൽ അത് വർദ്ധിച്ചു വരുവാനിടയാകട്ടെ. ഇന്നത്തെ ദുഃഖ വെള്ളിയാഴ്ച ദിവസം ദിസ് വാസ് എ സ്പെഷ്യൽ ലൈഫ് പ്രയർ. It was a blessing. Hallelujah. Hallelujah.
താങ്ക് യു ജീസസ്. യേശു അങ്ങയുടെ സാന്നിധ്യം അതിശക്തമായി ഇറങ്ങി വെളിപ്പെടുന്നതിനെ നന്ദി പറഞ്ഞു. ഞങ്ങൾ വാസ്തവത്തിൽ ഞാൻ ഈ വീട്ടിൽ ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട് കോവിഡിന് മുമ്പാണ്. ഈ സ്ഥലത്ത് ഒരുപേ വർഷങ്ങൾ കർത്താവിൻ്റെ വചനം ഇവിടെ ഇരുന്ന് ഇങ്ങനെ പങ്കുവയ്ക്കാൻ പറ്റി. ഞങ്ങളിപ്പോൾ വേറെ ലൊക്കേഷനിലോട്ട് മാറുന്നതിനോട് ഇങ്ങനെ അതിൻ്റെ പ്രോസസ്സിലും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം അടുത്ത ദുഃഖവെള്ളിയാഴ്ച ചിലപ്പം പുതിയ സ്ഥലത്തായിരിക്കും. പക്ഷെ എന്നാലും ഇവിടെ ഇരുന്ന് ഇന്നിത് മെസ്സേജ് പങ്കുവെക്കുമ്പോൾ സോ മെനി മെമ്മറീസ്. മാത്രമല്ല ഇന്നത്തെ ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം പ്രത്യേക ഒരു അഭിഷേകം കർത്താവ് റിലീസ് ചെയ്തു. ഇന്നിത് ലൈവിൽ ജോയിൻ ചെയ്യുവാൻ ദൈവം അനുവദിച്ച എല്ലാവർക്കും ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ചില ശുശ്രൂഷകൾ നമുക്കറിയാം, അതിനകത്ത് കർത്താവിൻ്റെ സാന്നിധ്യം ശക്തമായിട്ടുണ്ട്. ഏറ്റവും വലിയ മെസ്സേജ്, ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചവൻ ഹി ലവ്സ് യു, വ്യക്തിപരമായി നമ്മളെ സ്നേഹിക്കുന്നു. ആ ഒരു കാര്യം പറയാനാണ് ദൈവം എന്നെ തെരഞ്ഞെടുത്ത്. എന്നോട് ഈ ഒരു കോളിംഗ് ദൈവം തന്നപ്പോൾ ടു ടെൽ എവ്രി ഹ്യൂമൻ ബീങ് ദാറ്റ് ഗോഡ് ലവ്സ് യു ഇൻഡിവിജ്വലി. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ദൈവത്തിൽ. മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന പോലെ അല്ല ദൈവം നിങ്ങളെ കാണുന്നത്. എല്ലാ കുരുക്കിൽ നിന്നും അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അവൻ നിങ്ങളെ അഴിച്ചു തരും. അവൻ പറഞ്ഞു തരും എങ്ങനെ പുറത്ത് വരണം. അവൻ കാട്ടിത്തരും. കൂടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പറഞ്ഞേ, ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെ എനിക്ക് നൽകി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ശാന്തരായിരുന്നാൽ മതി. God bless you. Keep me and my family also in prayers. We'll see you again. God bless you.